PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വരുന്ന ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുത്ത 400 മുൻവർഷ ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളാണ്. 400 മുൻവർഷ ചോദ്യങ്ങൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഓൾറെഡി ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള MLTയുടെ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറയുന്ന സെഷനും എല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്ലേലിസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ക്ലാസ്സുകൾ കഴിഞ്ഞ് നോട്ട്സ് എല്ലാം ടെലിഗ്രാം വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 400 മുൻവർഷ ചോദ്യങ്ങളാണ് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ദ മെമ്പറേനിയസ് കവറിംഗ് ഓഫ് ലങ്സ്. ദ മെമ്പറേനിയസ് കവറിംഗ് ഓഫ് ലങ്സ് ഈസ് പ്ലൂറ. പ്ലൂറയാണ് ലങ്സിൻ്റെ മെമ്പറേനിയസ് കവറിംഗ് എന്ന് പറയുന്നത്. ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് structural changes in tissues during disease conditions. ഡിസീസ് കണ്ടീഷൻസിൻ്റെ സമയത്ത് നമ്മുടെ ടിഷ്യൂസിൻ്റെ സ്ട്രക്ചറൽ ചേഞ്ചസുമായി ബന്ധപ്പെട്ട സ്റ്റഡിയെ പറയുന്ന പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഹിസ്റ്റോപാത്തോളജി. ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടുള്ളതാണ് ഹിസ്റ്റോപാത്തോളജിയുടെ. ഓക്കെ, അടുത്തത്, ദ ഫാദർ ഓഫ് ബാക്ടീരിയോളജി ഈസ്. ഫാദർ ഓഫ് ബാക്ടീരിയോളജി ഓപ്ഷൻ ബി ആണ്, റോബർട്ട് കോച്ച് ആണ് കേട്ടോ. റോബർട്ട് കോച്ച് ആണ് ദ ഫാദർ ഓഫ് ബാക്ടീരിയോളജി. അടുത്ത ചോദ്യം, വൈഡൽ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡയഗ്നോസിസ് ഓഫ്. ഏത് ഡയഗ്നോസിസിനാണ് വൈഡൽ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്? വൈഡൽ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് ടൈഫോയിഡ്. ടൈഫോയിഡിൻ്റെ ഡയഗ്നോസിസിനാണ് വൈഡൽ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ദ നോർമൽ വാല്യൂ ഓഫ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഈസ്. എന്താണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ? FBSൻ്റെ നോർമൽ വാല്യൂ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ആൻസർ എന്താ? ഓപ്ഷൻ എ ആണ്, 70 to 110 mg/% ആണ് നോർമൽ വാല്യൂ ഓഫ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. 70 to 110 ആണ്. അടുത്ത ചോദ്യം, ദ ബ്ലഡ് സെൽ ഹെൽപ്സ് ഫോർ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. ബ്ലഡിൻ്റെ ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ബ്ലഡ് സെൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പ്ലേറ്റ്ലെറ്റ് ആണ്, പ്ലേറ്റ്ലെറ്റ്. ദ റിയേജൻറ്റ് യൂസ്ഡ് ഫോർ സിക്ലിംഗ് ടെസ്റ്റ്. സിക്ലിംഗ് ടെസ്റ്റിൽ യൂസ് ചെയ്യുന്ന റിയേജൻറ്റ് ഏതാണ്? ഓപ്ഷൻ ബി, സോഡിയം മെറ്റാബൈസൾഫേറ്റ് ആണ് കേട്ടോ. സോഡിയം മെറ്റാബൈസൾഫേറ്റ് ആണ് സിക്ലിംഗ് ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന റിയേജൻറ്റ് എന്ന് പറയുന്നത്. പേഴ്സൺ who harbors pathogens and not suffering from any symptoms. Person who harbors pathogens and not suffering from any symptoms. ആരാണത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കാരിയർ ആണ്, കാരിയർ. The instrument used for sterilization by dry heat. ഡ്രൈ ഹീറ്റിൽ സ്റ്റെറിലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് ഏതാണ്? ഇത് നമ്മൾ സ്റ്റെറിലൈസേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസേഷൻ ബൈ ഡ്രൈ ഹീറ്റ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹോട്ട് എയർ ഓവൻ ആണ്, ഹോട്ട് എയർ ഓവൻ. അയേഴ്സ് സ്പാച്ചുല ഈസ് യൂസ്ഡ് ഫോർ കളക്ഷൻ ഓഫ്. എന്തിൻ്റെ കളക്ഷന് വേണ്ടിയിട്ടാണ് അയേഴ്സ് സ്പാച്ചുല യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ ഡി, സെർവൈക്കൽ സ്പെസിമെൻസിൻ്റെ കളക്ഷന് വേണ്ടിയിട്ടാണ്. സെർവൈക്കൽ സ്പെസിമെൻസിൻ്റെ കളക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഫോർ എ നാച്ചുറൽ ആൻറ്റി കൊയാഗുലൻറ്റ്. നാച്ചുറൽ ആൻറ്റി കൊയാഗുലൻറ്റിൻ്റെ എക്സാമ്പിൾ ഇത് നമ്മൾ പഠിച്ചതാ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഹെപ്പാരിൻ. ഹെപ്പാരിൻ. ദ റിസോൾവിംഗ് പവർ ഓഫ് ആൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 0.1 നാനോ. 0.1 നാനോ. ദ സെലക്റ്റീവ് മീഡിയ യൂസ്ഡ് ഫോർ ട്യൂബർക്കിൾ ബാസിലെ. ട്യൂബർക്കിൾ ബാസിലയുടെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെലക്റ്റീവ് മീഡിയ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, LJ മീഡിയ. LJ മീഡിയ. എ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ ബി ആണ്,
മെലാട്ടോണിൻ ആണ്, മെലാട്ടോണിൻ. ദ ടെസ്റ്റ് യൂസ്ഡ് ഇൻ ബ്ലഡ് ബാങ്ക് ടു ഡിറ്റക്ട് സെൻസിറ്റൈസിങ് ആൻറ്റിബഡീസ്. സെൻസിറ്റൈസിങ് ആൻറ്റിബഡീസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ബാങ്കിൽ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആൻറ്റി ഗ്ലോബുലിൻ ടെസ്റ്റ് ആണ്, ആൻറ്റി ഗ്ലോബുലിൻ ടെസ്റ്റ്. അടുത്ത ചോദ്യം, ദ ബാക്ടീരിയ അപ്പിയേഴ്സ് ഇൻ ചൈനീസ് ലെറ്റർ പാറ്റേൺ. ചൈനീസ് ലെറ്റർ പാറ്റേണിൽ അപ്പിയർ ചെയ്യുന്ന ബാക്ടീരിയ ഏതാണ്? ഓപ്ഷൻ സി ആണ്, കൊറീനി ബാക്ടീരിയം ആണ്, കൊറീനി ബാക്ടീരിയം. ദ ന്യൂക്ലിയർ സ്റ്റെയിൻ ഇൻ PAP സ്റ്റെയിനിങ്. PAP സ്റ്റെയിനിങ്ങിൽ ന്യൂക്ലിയർ സ്റ്റെയിൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഹെമറ്റാക്സിലിൻ ആണ് കേട്ടോ, ഹെമറ്റാക്സിലിൻ ആണ് ന്യൂക്ലിയർ സ്റ്റെയിൻ ഇൻ PAP സ്റ്റെയിനിങ്. ദ സയൻറ്റിസ്റ്റ് ഡിസ്കവേർഡ് വൈറസ്. വൈറസ് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ആരാ? ഓപ്ഷൻ സി ആണ്, ഡിമിട്രി ഇവാനോസ്കി ആണ്, ഡിമിട്രി ഇവാനോസ്കി ആണ് ദ സയൻറ്റിസ്റ്റ് ഡിസ്കവേർഡ് വൈറസ്. എക്സാമ്പിൾ ഫോർ എ പ്രോട്ടോസോവൻ പാരസൈറ്റ്. പ്രോട്ടോസോവൻ പാരസൈറ്റിന് എക്സാമ്പിൾ ഓപ്ഷൻ ബി ആണ്, പ്ലാസ്മോഡിയം, പ്ലാസ്മോഡിയം. ദ പവർ ഹൗസ് ഓഫ് എ സെൽ. ഒരു സെല്ലിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ്, മൈറ്റോകോൺട്രിയ, മൈറ്റോകോൺട്രിയ. എ പഫ് ബോൾ ഷേപ്ഡ് ഓസാസോൺ ക്രിസ്റ്റൽസ് ആർ ഫോംഡ് ബൈ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലാക്ടോസ് ആണ്, ലാക്ടോസ്. ദ ടെസ്റ്റ് ഫോർ ഒക്കൾട്ട് ബ്ലഡ് ഇൻ സ്റ്റൂൾ ആൻഡ് യൂറിൻ. നമ്മൾ സ്റ്റൂൾ അനാലിസിസും യൂറിൻ അനാലിസിസും എല്ലാം പഠിച്ചതാണ്. അപ്പോൾ സ്റ്റൂൾ ആൻഡ് യൂറിനിൽ യൂസ് ചെയ്യുന്ന ഒക്കൾട്ട് ബ്ലഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ബെൻസിഡിൻ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്, ബെൻസിഡിൻ ടെസ്റ്റ്. ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ഫ്രോസൺ സ്പെസിമെൻസ്. ഫ്രോസൺ സ്പെസിമെൻസ് കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ഇതും നമ്മൾ പഠിച്ചതാ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ക്രയോസ്റ്റാറ്റ് ആണ് കേട്ടോ, ക്രയോസ്റ്റാറ്റ്, ക്രയോസ്റ്റാറ്റ് ആണ് ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ഫ്രോസൺ സ്പെസിമെൻസ്. എ ക്രോമസോമൽ ഡിസോർഡർ ഷോയിങ് XXY പാറ്റേൺ. XXY പാറ്റേൺ കാണിക്കുന്ന ക്രോമസോമൽ ഡിസോർഡർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ക്ലിൻഫെൽറ്റേഴ്സ് സിൻഡ്രോം. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ചെയ്തപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടവർക്ക് ഇതിൻ്റെ എല്ലാം ആൻസർ പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്തത് ദ കളർ ഓഫ് ആൻറ്റിസെറ AB ഈസ്. കളർ ഓഫ് ആൻറ്റിസെറ AB ഏത് കളറാ? ഓപ്ഷൻ സി ആണ്, പിങ്ക് ആണ്, പിങ്ക്. ദ ബാക്ടീരിയ നോൺ ആസ് ഹാൻസൻസ് ബാസിലസ്. ഹാൻസൻസ് ബാസിലസ് എന്നറിയപ്പെടുന്ന ബാക്ടീരിയ ഏതാണ്? ഓപ്ഷൻ സി ആണ്, എം ലെപ്രയാണ്. ദ ഇൻസ്ട്രുമെന്റ് ബേസ്ഡ് ഓൺ ബിയർ ലാംബേർട്സ് ലോ. ബിയർ ലാംബേർട്സ് ലോ അനുസരിച്ചിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെന്റ് താഴെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ബി ആണ്, ഫോട്ടോ ഇലക്ട്രിക് കളറിമീറ്റർ, ഫോട്ടോ ഇലക്ട്രിക് കളറിമീറ്റർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടെസ്റ്റ് അണ്ടർ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന്റെ കീഴിൽ വരാത്തത് ഏതാണ്? നോട്ട് എ ടെസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് എ ടെസ്റ്റ് അണ്ടർ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, എസ് ക്രിയാറ്റിനിൻ ആണ്. അപ്പോൾ ബാക്കി ടോട്ടൽ പ്രോട്ടീൻ, എസ് ബിലിറൂബിൻ, AG റേഷ്യോ ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ വരുന്നതാണ്. എസ് ക്രിയാറ്റിനിൻ മാത്രമാണ് അതിൽ ഉൾപ്പെടാത്തത്. അടുത്തത് നിസിൽസ് ഗ്രാന്യൂൾസ് ആർ ഫൗണ്ട് ഇൻ സൈറ്റോപ്ലാസം ഓഫ്. ഏതിലാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ സി, ന്യൂറോണിലാണ് കാണപ്പെടുന്നത്. ന്യൂറോണിലാണ് കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഡാർട്ടിംഗ് മോട്ടിലിറ്റി ഈസ് ഷോൺ ബൈ. ഡാർട്ടിംഗ് മോട്ടിലിറ്റി കാണിക്കുന്നത് ഏതാ? ഓപ്ഷൻ സി ആണ്, വി കോളറെ ആണ്. ഓക്കെ, വി കോളറെ. എക്സാമ്പിൾ ഫോർ എ ട്രാൻസ്പോർട്ട് മീഡിയം. ട്രാൻസ്പോർട്ട് മീഡിയത്തിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, VR മീഡിയം, VR മീഡിയം. ദ മിഡ് ലെയർ ഓഫ് മെനിഞ്ചസ്. മെനിഞ്ചസിന്റെ മിഡ് ലെയർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ആർക്നോയിഡ് മാറ്റർ ആണ്, അരാക്നോയിഡ് മാറ്റർ. ഓക്കെ, അരാക്നോയിഡ് മാറ്റർ ആണ് ദ മിഡ് ലെയർ ഓഫ് മെനിഞ്ചസ്. അടുത്തത് ബാർബോഡി ഈസെ. ബാർബോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഇനാക്റ്റീവ് എക്സ് ക്രോമസോം ആണ്. ഇനാക്റ്റീവ് എക്സ് ക്രോമസോം ആണ് ബാർബോഡി എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഗ്രാം പോസിറ്റീവ് ബാസിലസ്. ഗ്രാം പോസിറ്റീവ് ബാസിലസ് എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി, ക്ലോസ്ട്രീഡിയം, ക്ലോസ്ട്രീഡിയം. ദ എൻസൈം പ്രസന്റ് ഇൻ സെമൻ. സെമനിൽ പ്രസന്റ് ആയിട്ടുള്ള എൻസൈം ഏതാണ്?
ഓപ്ഷൻ ബി ആസിഡ് ഫോസ്ഫറ്റേസ് ആണ്. ആസിഡ് ഫോസ്ഫറ്റേസ്. ദ ലെവൽ ഓഫ് നീഡിൽ ഇൻസേർഷൻ ഇൻ ലംബാർ പങ്ക്ചർ. ലുംബാർ പങ്ക്ചറിൽ ഇൻസേർഷൻ ഓഫ് നീഡിൽ അതിൻ്റെ ലെവൽ എത്രത്തോളമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ബിറ്റ്വീൻ L3 ആൻഡ് L4. ദ ലാർജസ്റ്റ് ബ്ലഡ് സെൽ. ലാർജസ്റ്റ് ബ്ലഡ് സെൽ എന്ന് പറയുന്നതും നമ്മൾ പഠിപ്പിച്ചതാ. ഓപ്ഷൻ ഡി ആണ്, മോണോസൈറ്റ് ആണ്. മോണോസൈറ്റ്. ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് വാസ് ഡിസ്കവേർഡ് ബൈ. ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ഡിസ്കവർ ചെയ്തത് ആരാണ്? ഓപ്ഷൻ സി ബെൻഡെ ആണ്. ബെൻഡെ. ദ അപ്പിയറൻസ് ഓഫ് ബ്ലഡ് ഇൻ സ്പ്യൂട്ടം. സ്പ്യൂട്ടത്തിൽ ബ്ലഡിൻ്റെ അപ്പിയറൻസ് കാണുന്നത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? സ്പ്യൂട്ടം അനാലിസിസ് പഠിച്ചതാണ്. അപ്പിയറൻസ് ഓഫ് ബ്ലഡ് ഇൻ സ്പ്യൂട്ടം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഹെമോപ്റ്റൈസിസ്. ഓക്കെ, ഹെമോപ്റ്റൈസിസ് ആണ് ദ അപ്പിയറൻസ് ഓഫ് ബ്ലഡ് ഇൻ സ്പ്യൂട്ടം. അടുത്തത് അക്കാന്തോസൈറ്റ് ഈസ് എ. എന്താണ് അക്കാന്തോസൈറ്റ് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ്, അബ്നോർമൽ RBC. ദ കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമാറ്റോസിസ്. കൺഫർമേറ്ററി ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമാറ്റോസിസിന് വേണ്ടിയിട്ടുള്ള കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ANA ടെസ്റ്റ് ആണ്. ANA ടെസ്റ്റ്. ദ PH റേഞ്ച് ഓഫ് ഫിനോൾഫ്തലീൻ. ദ PH റേഞ്ച് ഓഫ് ഫിനോൾഫ്തലീൻ. ഫിനോൾഫ്തലീനിൻ്റെ PH റേഞ്ച് എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 8.3 to 10 ആണ്. അടുത്ത ചോദ്യം, ദ മോസ്റ്റ് റെക്കമെൻഡഡ് സ്റ്റെയിൻ ഇൻ ഹോർമോണൽ സൈറ്റോളജി. മോസ്റ്റ് റെക്കമെൻഡഡ് സ്റ്റെയിൻ ഇൻ ഹോർമോണൽ സൈറ്റോളജി എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഷോസ് സ്റ്റെയിൻ ആണ്. എക്സാമ്പിൾ ഫോർ എ കാർസിനോജനിക് കെമിക്കൽ. കാർസിനോജനിക് കെമിക്കലിന് എക്സാമ്പിൾ ഓപ്ഷൻ ഡി ആണ്, ബെൻസിഡിൻ ആണ്. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? കാർസിനോജനിക് കെമിക്കൽ ആണ് ബെൻസിഡിൻ. അടുത്തത്, ട്രൈക്യൂറിസ് ഈസ് കോമൺലി കോൾഡ് വിപ്പ് വേം. എന്തുകൊണ്ടാണ് വിപ്പ് വേം എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ, അഡൾട്ട് വേം ഈസ് വിപ്പ് ഷേപ്ഡ്. അഡൾട്ട് വേം എന്ത് ഷേപ്പിലാണ്? വിപ്പ് ഷേപ്ഡ് ആണ്. അതുകൊണ്ടാണ് അതിനെ വിപ്പ് വേം എന്ന് വിളിക്കുന്നത്. ദ ലാർജസ്റ്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. ലാർജസ്റ്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻ നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ സി ആണ്, IgM ആണ്. ദ ലാർജസ്റ്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻ IgM. ദ ആൻറ്റിജൻ പോപ്പുലർലി കോൾഡ് ഓസ്ട്രേലിയൻ ആൻറ്റിജൻ. ഓസ്ട്രേലിയൻ ആൻറ്റിജൻ എന്ന് വിളിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്, ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആൻറ്റിജൻ. ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആൻറ്റിജൻ. നീഡിൽ ഷേപ്ഡ് റിഫ്രാക്റ്റൈൽ പോയിന്റഡ് ക്രിസ്റ്റൽസ് ഫൗണ്ട് ഇൻ സ്റ്റൂൾ ആൻഡ് സ്പ്യൂട്ടം. സ്റ്റൂളിലും സ്പ്യൂട്ടത്തിലും കാണുന്ന നീഡിൽ ഷേപ്ഡ് റിഫ്രാക്റ്റൈൽ പോയിന്റഡ് ക്രിസ്റ്റൽസ് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ചാർക്കോട്ട് ലീഡൻ ആണ്. ചാർക്കോട്ട് ലീഡൻ. പ്രഗ്നൻസി ടെസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡിറ്റക്ഷൻ ഓഫ്. പ്രഗ്നൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഡിറ്റക്ഷനെ ബേസ് ചെയ്തിട്ടാണ്? ഓപ്ഷൻ എ ആണ്, ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിനെ ബേസ് ചെയ്തിട്ടാണ് പ്രഗ്നൻസി ടെസ്റ്റ്. ദ ഐഡിയൽ PH ഓഫ് ലീഷ്മാൻ സ്റ്റെയിൻ ഫോർ മലേറിയൽ പാരസൈറ്റ് ഡെമോൺസ്ട്രേഷൻ. മലേറിയൽ പാരസൈറ്റ് നമ്മൾ പഠിച്ചതാണ് അല്ലേ? ലീഷ്മാൻ സ്റ്റെയിനിങ് ഒക്കെ പഠിച്ചതാണ്. ഐഡിയൽ PH ഓഫ് ലീഷ്മാൻ സ്റ്റെയിൻ എത്രയാണ് മലേറിയൽ പാരസൈറ്റ് ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള? അതിൻ്റെ PH എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 7.2 ആണ്. 7.2. ഓക്കെ. അടുത്ത ചോദ്യം, എക്സാമ്പിൾ ഫോർ എ ന്യൂറോ ട്രാൻസ്മിറ്റർ. എക്സാമ്പിൾ ഫോർ എ ന്യൂറോ ട്രാൻസ്മിറ്റർ. ന്യൂറോ ട്രാൻസ്മിറ്ററിന് എക്സാമ്പിൾ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അസറ്റൈൽ കോളിൻ ആണ്. അസറ്റൈൽ കോളിൻ. എ സ്പെഷ്യൽ സ്റ്റെയിൻ ഫോർ ഫാറ്റ് ഡെമോൺസ്ട്രേഷൻ. എ സ്പെഷ്യൽ സ്റ്റെയിൻ ഫോർ ഫാറ്റ് ഡെമോൺസ്ട്രേഷൻ ഈസ് ഓപ്ഷൻ ബി, സുഡാൻ 3. സുഡാൻ 3. ദ മോസ്റ്റ് പ്രീഡോമിനൻറ്റ് പ്ലാസ്മ പ്രോട്ടീൻ. ദ മോസ്റ്റ് പ്രീഡോമിനൻറ്റ് പ്ലാസ്മ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ആൽബുമിൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് യൂസ്ഡ് ഫോർ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. പ്ലേറ്റ്ലെറ്റ് കൗണ്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് ഏതാണ്? ഓപ്ഷൻ സി ആണ്, റീസ് എക്കർ ഫ്ലൂയിഡ് ആണ്. റീസ് എക്കർ ഫ്ലൂയിഡ്. ദ ഇൻക്ലൂഷൻ ബോഡി പ്രസൻറ്റ് ഇൻ G6PD ഡെഫിഷ്യൻസി. G6PD ഡെഫിഷ്യൻസിയിൽ കാണപ്പെടുന്ന ഇൻക്ലൂഷൻ ബോഡി ഓപ്ഷൻ എ ആണ്, ഹെയ്ൻസ് ബോഡീസ് ആണ്. ഹെയ്ൻസ് ബോഡീസ്. ആൻ അബ്നോർമൽ പ്രോട്ടീൻ പ്രസൻറ്റ് ഇൻ യൂറിൻ ഇൻ മൾട്ടിപ്പിൾ മൈലോമ. മൾട്ടിപ്പിൾ മൈലോമ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ യൂറിനിലെ മൾട്ടിപ്പിൾ മൈലോമയിൽ കാണപ്പെടുന്ന അബ്നോർമൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്,
ബെൻസ് ജോൺസ് പ്രോട്ടീൻ ആണ്. ബെൻസ് ജോൺസ് പ്രോട്ടീൻ. ദ നോർമൽ വാല്യൂ ഓഫ് മീൻ കോർപ്പസ്കുലാർ വോളിയം എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പഠിച്ചതേ ഉള്ളൂ അല്ലേ. മീൻ കോർപ്പസ്കുലാർ വോളിയത്തിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്, 80 to 95 FL ആണ്. അടുത്തത് ദ റിയേജൻറ്റ് യൂസ്ഡ് ഇൻ സയൻ ഹീമോഗ്ലോബിൻ മെത്തേഡ്. ഏതാണ് റിയേജൻറ്റ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ്, ഡ്രാപ്കിൻസ് റിയേജൻ്റ് ആണ് യൂസ് ചെയ്യുക. ഡ്രാപ്കിൻസ് റിയേജൻറ്റ്. കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദി ഫോർമുല. കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ CV കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഏതാണ്? ഓപ്ഷൻ എ ആണ്, ST ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. ST ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. നോർമൽ വാല്യൂ ഓഫ് പ്രോത്രോംബിൻ ടൈം. പ്രോത്രോംബിൻ ടൈമിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 11 to 16 സെക്കൻഡ് ആണ് വരുന്നത്. ദ റേഷ്യോ ഓഫ് ട്രൈസോഡിയം സിട്രേറ്റ് ടു ബ്ലഡ് ഇൻ കൊയാഗുലേഷൻ സ്റ്റഡീസ്. കൊയാഗുലേഷൻ സ്റ്റഡീസിൽ ബ്ലഡിലെ ട്രൈസോഡിയം സിട്രേറ്റിൻ്റെ അതിൻ്റെ റേഷ്യോ എത്രയാണ്? ഓപ്ഷൻ ബി ആണ്, 1:9 ആണ്. ട്രൈസോഡിയം സിട്രേറ്റ് ടു ബ്ലഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:9. ഡൈ അസറ്റൈൽ മോണോക്സിം തയോസെമി കാർബസൈഡ് ഈസ് മെത്തേഡ് യൂസ്ഡ് ഫോർ എസ്റ്റിമേഷൻ ഓഫ്. അപ്പോൾ ഡൈഅസറ്റൈൽ മോണോക്സിം തയോസെമി കാർബസൈഡ് മെത്തേഡ് എന്ന് പറയുന്നത് എന്തിൻ്റെ എസ്റ്റിമേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്? ഓപ്ഷൻ ബി, യൂറിയ. അടുത്ത ചോദ്യം, ഫാൾസ് പോസിറ്റീവ് റിയാക്ഷൻ ഇൻ ബെനഡിക്സ് ടെസ്റ്റ് ക്യാൻ ബി ഗിവൺ ബൈ. ഫാൾസ് പോസിറ്റീവ് റിയാക്ഷൻ ഇൻ ബെനഡിക്സ് ടെസ്റ്റ് ക്യാൻ ബി ഗിവൺ ബൈ. ഓപ്ഷൻ എ ആണ്, ഗ്ലൂക്കുറോണിക് ആസിഡ്. ദ പാത്വേ വിച്ച് എക്സ്പ്ലെയിൻസ് യൂറിയ ഫോർമേഷൻ. ദ പാത്വേ വിച്ച് എക്സ്പ്ലെയിൻസ് യൂറിയ ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പാത്വേ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ക്രബ്സ് ഹാൻസലിറ്റ് സൈക്കിൾ ആണ്. ക്രബ്സ് ഹാൻസലിറ്റ് സൈക്കിൾ. അടുത്തത്, എക്സാമ്പിൾ ഫോർ ആൻ ആൻറ്റി ട്യൂബർക്കുലസ് ഡ്രഗ്. എക്സാമ്പിൾ ഫോർ ആൻ ആൻറ്റി ട്യൂബർക്കുലസ് ഡ്രഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഐസോനൈസിഡ് ആണ്. ആൽഡോസ്റ്റിറോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. ആൽഡോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ഫാക്ട്സിൽ പഠിച്ചതാണ്. ഓപ്ഷൻ സി ആണ്, അഡ്രീനൽ ആണ്. അഡ്രീനൽ. ദ ഇൻഫെക്ഷൻസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ഇൻഫെക്റ്റഡ് അനിമൽസ് ടു മാൻ. ഇൻഫെക്റ്റഡ് അനിമൽസിൽ നിന്നും മാനിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇൻഫെക്ഷൻസ് അറിയപ്പെടുന്ന പേരെന്താ? ഓപ്ഷൻ എ ആണ്, സൂണോട്ടിക് ഡിസീസ്. സൂണോട്ടിക് ഡിസീസ്. എക്സാമ്പിൾ ഫോർ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, അറാക്കിഡോണിക് ആസിഡ്. അടുത്തത്, ഹിസ് സ്റ്റെയിനിങ് ഈസ് യൂസ്ഡ് ഫോർ ഡെമോൺസ്ട്രേഷൻ ഓഫ്. എന്തിൻ്റെ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടാണ് ഹിസ് സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബാക്ടീരിയൽ ക്യാപ്സ്യൂൾ. ഗാമ ഇന്റർഫെറോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. ഗാമ ഇന്റർഫെറോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. ഓപ്ഷൻ സി ആണ്, CD4 ലിംഫോസൈറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഫോർ RNA വൈറസ്. തന്നിരിക്കുന്നതിൽ RNA വൈറസിന് എക്സാമ്പിൾ ഓപ്ഷൻ ബി ആണ്, പിക്കോർണ വൈറസ്. അടുത്ത ചോദ്യം, പോളിയൂറിയ ഈസ് അസോസിയേറ്റഡ് വിത്ത്. നമ്മൾ പഠിച്ചതാണ്. പോളിയൂറിയ എന്ന് പറയുന്നത് ഈസ് അസോസിയേറ്റഡ് വിത്ത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ഡയബറ്റിസ് മെലിറ്റസുമായി ബന്ധപ്പെട്ടതാണ്. ദ സ്റ്റെയിൻ യൂസ്ഡ് ഫോർ നെഗറ്റീവ് സ്റ്റെയിനിങ്. നെഗറ്റീവ് സ്റ്റെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഇന്ത്യൻ ഇങ്ക് ആണ്. ഇന്ത്യൻ ഇങ്ക്. എക്സാമ്പിൾ ഫോർ ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. എക്സാമ്പിൾ ഫോർ ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് എക്സാമ്പിൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, റിമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്. റിമാറ്റോയിഡ് ആർത്രൈറ്റിസ്. അടുത്തത്, മാൻഡോക്സ് ടെസ്റ്റ് ഈസ് റിലേറ്റ് ടു ദി ഡിസീസ്. ഏത് ഡിസീസുമായി ബന്ധപ്പെട്ടതാണ് മാൻഡോക്സ് ടെസ്റ്റ് എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി, ട്യൂബർകുലോസിസുമായി ബന്ധപ്പെട്ടതാണ്. ആൻഡ് യൂറിനറി ക്രിസ്റ്റൽ വിത്ത് തോൺ ആപ്പിൾ അപ്പിയറൻസ്. ആൻഡ് യൂറിനറി ക്രിസ്റ്റൽ വിത്ത് തോൺ ആപ്പിൾ അപ്പിയറൻസ് ഏതാണ്? ഓപ്ഷൻ എ ആണ്, അമോണിയം ബൈയൂറേറ്റ്. അമോണിയം ബൈയൂറേറ്റ്. ദ ഫുൾ ഫോം ഓഫ് NIH സ്വാബ് ഈസ്. NIH സ്വാബിൻ്റെ ഫുൾ ഫോം എന്താണ്? ഓപ്ഷൻ ഡി ആണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്. ഓട്ടിറ്റിസ് മീഡിയ ഈസ് ആൻ ഇൻഫെക്ഷൻ റിലേറ്റഡ് ടു. ഓട്ടിറ്റിസ് മീഡിയ എന്ന് പറയുന്നത് ഒരു ഇൻഫെക്ഷൻ ആണ്. റിലേറ്റഡ് ടു എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാ? ഓപ്ഷൻ ഡി ആണ്, ഇയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഓട്ടിറ്റിസ് മീഡിയ.
ദ മോസ്റ്റ് കോമൺ മൗണ്ടൻറ്റ് ഇൻ പാത്തോളജി ലബോറട്ടറി. പാത്തോളജി ലബോറട്ടറിയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മൗണ്ടൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഡിസ്റ്റെറീൻ പ്ലാസ്റ്റിസൈസർ സൈലീൻ ആണ്. സൈലീൻ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അടുത്തത് HbC ഹീമോഗ്ലോബിൻ സി ഈസ് ഫോംഡ് ഡ്യൂ ടു. എന്തുകൊണ്ടാണ് ഫോം ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ്, റീപ്ലേസ്മെന്റ് ഓഫ് β6 ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ ലൈസിൻ. റീപ്ലേസ്മെന്റ് ഓഫ് β6 ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ ലൈസിൻ ആണ് HbC ഫോം ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് ഈസ് സെലിബ്രേറ്റഡ് ഓൺ. ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് എപ്പോഴാണ്? ഓപ്ഷൻ ഡി ആണ്, മാർച്ച് 20 ആണ്. മാർച്ച് 20. അടുത്ത ചോദ്യം, ഹു വാസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഗാന്ധിജി ആസ് ദ കീപ്പർ ഓഫ് മൈ കോൺസൈൻസ്. ഹു വാസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഗാന്ധിജി ആസ് ദ കീപ്പർ ഓഫ് ബൈ മൈ കോൺസൈൻസ്. ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സി രാജഗോപാലാചാരിയാണ്. സി രാജഗോപാലാചാരി, ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരി. അടുത്തത്, വിച്ച് ബ്രിട്ടീഷ് വൈസ്രോയി റോട്ട് ദ ബുക്ക് മൈ ഇന്ത്യൻ ഇയേഴ്സ്. വിച്ച് ബ്രിട്ടീഷ് വൈസ്രോയി റോട്ട് ദ ബുക്ക് മൈ ഇന്ത്യൻ ഇയേഴ്സ്. മൈ ഇന്ത്യൻ ഇയേഴ്സ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ള വൈസ്രോയി ആരാണ്? ഓപ്ഷൻ ഡി, ലോർഡ് ഹാർഡിഞ്ച് ആണ്. ലോർഡ് ഹാർഡിഞ്ച് ആണ് മൈ ഇന്ത്യൻ ഇയേഴ്സ് എഴുതിയത്. അടുത്തത്, ദ ചിൽക്ക ലേക്ക് ലൊക്കേറ്റഡ് ഇൻ. ദ ചിൽക്ക ലേക്ക് ലൊക്കേറ്റഡ് ഇൻ എവിടെയാ? ഓപ്ഷൻ എ ആണ്, ഒഡീഷയിലാണ് ചിൽക്ക തടാകം. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ബോധോദയ സംഘത്തിന്റെ ഫൗണ്ടർ ആരാണ്? ആത്മബോധോദയ സംഘം ഫൗണ്ടർ ആരാണ്? ഓപ്ഷൻ ഡി ആണ്, ബോധോദയ സംഘം ശുഭാനന്ദ ഗുരുദേവ്. ശുഭാനന്ദ ഗുരുദേവ് has become the first corporate in the country to implement Aadhaar linked salary disbursal for its employees. ആൻസർ ഓപ്ഷൻ ബി ആണ്, ട്രൈഡന്റ് ഗ്രൂപ്പ് ആണ്. ഇൻ ദ 16th ലോക്സഭ ഇലക്ഷൻ 2014 BJP ഗോട്ട്. എത്ര സീറ്റ് കിട്ടി എന്നുള്ളതാണ് ആ സമയത്ത് കറണ്ട് അഫെയർ ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, 282 സീറ്റ്സ് ആയിരുന്നു. ഹു ഷെയർഡ് ദ ബെസ്റ്റ് ആക്ടർ അവാർഡ് വിത്ത് സുരാജ് വെഞ്ഞാറമൂഡ് ഇൻ 61st നാഷണൽ ഫിലിം അവാർഡ്. അപ്പോൾ അപ്പോഴത്തെ കറണ്ട് അഫെയർ ആണ്. 61ാമത് നാഷണൽ ഫിലിം അവാർഡിൽ സുരാജ് വെഞ്ഞാറമൂഡിൻ്റെ കൂടെ ബെസ്റ്റ് ആക്ടർ അവാർഡ് ആരാണ് ഷെയർ ചെയ്തത്, പങ്കിട്ടെടുത്തത്? ഓപ്ഷൻ എ ആണ്, രാജ്കുമാർ ആയിരുന്നു. ദ ഹിന്ദു പുലിയ സമാജ് വാസ് ഫൗണ്ടഡ് ബൈ. ഹിന്ദു പുലിയ സമാജ് ഫൗണ്ട് ചെയ്തത് ആരാണ്? ഓപ്ഷൻ ബി ആണ്, കുറുമ്പൻ ദൈവത്താൻ ആണ്. കുറുമ്പൻ ദൈവത്താൻ. ദ കെമിക്കൽ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആസ് ഡ്രെയിൻ ക്ലീനർ. ഡ്രെയിൻ ക്ലീനർ ആയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ്. അടുത്ത ചോദ്യം, ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഡ്രീംസ് ഈസ് നോൺ ആസ്. ഡ്രീംസിൻ്റെ സയൻറ്റിഫിക് സ്റ്റഡിയെ പറയുന്ന പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓണിയറോളജി എന്നാണ് പറയുന്നത്. അടുത്തത്, ദ യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ ഹാവിംഗ് പ്രൈം മിനിസ്റ്റർ ആസ് ഇറ്റ്സ് വിസിറ്റർ ആൻഡ് ചാൻസലർ. ദ യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ ഹാവിംഗ് പ്രൈം മിനിസ്റ്റർ ആസ് ഇറ്റ്സ് വിസിറ്റർ ആൻഡ് ചാൻസലർ. ആൻസർ ഓപ്ഷൻ സി ആണ്, വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. ദ മേജർ റിവർ ഒറിജിനേറ്റ്സ് ഫ്രം ആരവല്ലി റേഞ്ച്. ആരവല്ലി റേഞ്ചിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന മേജർ റിവർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, സബർമതി ആണ്. സബർമതി. വേർ ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ISOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ്, ജനീവ. ഹു വാസ് ദ ആർക്കിടെക്ട് ഓഫ് ദി സെക്കൻഡ് 5-year പ്ലാൻ. ഓക്കെ, അപ്പോൾ 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ആർക്കിടെക്റ്റ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മഹലനോബിസ് ആണ്. മഹലനോബിസ്. വിച്ച് ഈസ് ദ ഫസ്റ്റ് ഗ്രാമപഞ്ചായത്ത് ഇൻ കേരള ടു പ്രിപ്പയർ എ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ. ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്, കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഇടവന. The strong winds that sweep an Antarctic territories are seen blowing from the ആൻസർ ഓപ്ഷൻ സി ആണ്, ഈസ്റ്റ് ആണ്. ഈസ്റ്റ്. ഓക്കെ, ഈസ്റ്റ് ആണ് വരുന്നത്. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ദ ന്യൂസ് പേപ്പർ ടുഡേ എന്നുള്ളതാണ്. ദ ന്യൂസ് പേപ്പർ ടുഡേ. ഓക്കെ, ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ദ ന്യൂസ് പേപ്പർ ടുഡേ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് എ ലാറ്ററലി കംപ്രസ്ഡ് ബോഡി ആൻഡ് നോ വിങ്സ്. ലാറ്ററലി കംപ്രസ്ഡ് ബോഡിയും അതുപോലെ വിങ്സ് ഇല്ലാത്തതുമായിട്ടുള്ളത് ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ?
ഓപ്ഷൻ സി ആണ്, ഫ്ലീസ് ആണ്, ഫ്ലീസ്. അടുത്തത് സെക്സസ് ആർ സെപ്പറേറ്റ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്. തന്നിരിക്കുന്നതിൽ സെക്സസ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ഏതിലാണ്? ഓപ്ഷൻ എ ആണ്, ആംഫിസ്റ്റോംസിലാണ് സെക്സസ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. നെമറ്റോഡ്സ് ആർ ബെസ്റ്റ് ഫിക്സ്ഡ് ഇൻ. നെമറ്റോഡ്സ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഫിക്സ്ഡ് ഇൻ ഏതിലാണ്? ഓപ്ഷൻ ഡിയിലാണ്, ഹോട്ട് ഗ്ലിസറിൻ ആൽക്കഹോൾ. ഹോട്ട് ഗ്ലിസറിൻ ആൽക്കഹോൾ. കാലിഫോർണിയ മാസ്റ്റൈറ്റിസ് ടെസ്റ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ. കാലിഫോർണിയ മാസ്റ്റൈറ്റിസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഏതിലാണ് ക്യാരി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ്, മിൽക്കിലാണ്, മിൽക്ക്. കൊമേഴ്ഷ്യലി അവൈലബിൾ കോൺസെൻട്രേറ്റഡ് ഫോർമാൽഡിഹൈഡ് ഈസ്. കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള കോൺസെൻട്രേറ്റഡ് ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 37 to 41% വെയിറ്റ് പെർ വോളിയം ആണ് വരിക. 37 to 41% വെയിറ്റ് പെർ വോളിയം. അടുത്തത് മിറാസീഡിയം സ്പോറോസിസ്റ്റ് റെഡിയ ഈർക്കാരിയ മെറ്റ എക്കറേരിയ ആർ സീൻ ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ്. ഏതിൻ്റെ ലൈഫ് സൈക്കിളിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ട്രമറ്റോഡ്സിലാണ് കാണപ്പെടുന്നത് കേട്ടോ, ട്രമറ്റോഡ്സ്. ദ എഗ്സ് ഓഫ് വിച്ച് പാരസൈറ്റ് ഹാസ് എ നെപ്പോളിയൻ ഹാറ്റ് ഷേപ്പ്. നെപ്പോളിയൻ ഹാറ്റ് ഷേപ്പ് ഏത് പാരസൈറ്റിലാണ് കാണപ്പെടുന്നത്? ഏത് പാരസൈറ്റിൻ്റെ എഗ്ഗിലാണ് കാണപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഷിസ്റ്റോസോമ സ്പിൻറ്റെയിൽ. ഓക്കെ, ഷിസ്റ്റോസോമ സ്പിൻറ്റെയിൽ. ഫോർ റൂട്ടീൻ സ്റ്റെയിനിങ് ഓഫ് ബ്ലഡ് സ്മിയർ ബൈ ഗീംസ മെത്തേഡ് the smear is fixed by. For routine staining of blood smear by Giemsa method, the smear is fixed by. Answer option C ആണ്, methanol ആണ്. The vectors of Babesia species. Vectors of Babesia species എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ticks ആണ്. In male, sarcoptes mite suckers are present on legs. In male, sarcoptes mite suckers are present on legs. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2 and 4. ദ ഡോഗ് ഫ്ലീ ഈസ്. ദ ഡോഗ് ഫ്ലീ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, എന്താണ്? ടെനോസെഫാലൈഡൈസ് കാനിസ്. ടെനോസെഫാലിഡൈസ് കാനിസ്. അടുത്തത് നിറ്റ്സ് ആർ ദ പിയർ ഷേപ്ഡ് ഓപ്പർക്കുലേറ്റ് എഗ്സ് ഓഫ്. നിറ്റ്സ് എന്ന് പറയുന്നത് ഏതിൻ്റെ എഗ്ഗാണ്? പിയർ ഷേപ്ഡ് ഓപ്പർക്കുലേറ്റ് എഗ്ഗാണ്. ഓപ്ഷൻ സി ആണ്, ലൈസിൻ്റെതാണ്. നിറ്റ്സ് എന്ന് പറയുന്നത് ലൈസിൻ്റെ എഗ്ഗാണ്. The thickness of a tissue section taken using microtome for histopathology is. അപ്പോൾ മൈക്രോടോമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെക്ഷനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതിൻ്റെ ടിഷ്യൂവിൻ്റെ തിക്കനിങ് എത്രയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ആണ്, 5 microns ആണ്, 5 microns. The part of a microscope that serve to regulate light entering the condenser is. The part of a microscope that serve to regulate light entering the condenser is. ഓപ്ഷൻ ബി ആണ്, ഐറിസ് ഡയഫ്രം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിക്സേറ്റീവ് കണ്ടെയ്ൻസ് പിക്രിക് ആസിഡ്, ഫോർമാൽഡിഹൈഡ് ആൻഡ് ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫിക്സേറ്റീവ് കണ്ടെയ്ൻസ് പിക്രിക് ആസിഡ്, ഫോർമാൽഡിഹൈഡ് ആൻഡ് ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ്? ഓപ്ഷൻ ബി ആണ്, ബോയിൻസ് സൊല്യൂഷൻ ആണ്, ബോയിൻസ് സൊല്യൂഷൻ. അടുത്തത് ഫോർ ഫിക്സേഷൻ ദ റെക്കമെൻഡഡ് ക്വാണ്ടിറ്റി ഓഫ് ദി ഫിക്സേറ്റീവ് ഷുഡ് ബി. ഫിക്സേഷന് യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവിൻ്റെ ക്വാണ്ടിറ്റി, റെക്കമെൻഡഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്ഷൻ എ ആണ്, 20 times ദ വോളിയം ഓഫ് ദി ടിഷ്യൂ ആണ്. ഇത് നമ്മൾ പഠിച്ചതാണ്, 20 times ദ വോളിയം ഓഫ് ടിഷ്യൂ. അടുത്തത് ദ യൂണിറ്റ് ഫോർ എക്സ്പ്രസിങ് എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ്. എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, മില്ലിമീറ്റർ ഓർ അവർ ആണ്, മില്ലിമീറ്റർ പെർ അവർ. The old name of aspartate aminotransferate is. The old name of, പഴയ പേര് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. aspartate aminotransferaseൻ്റെ പഴയ പേര് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സീറം ഗ്ലൂട്ടാമിക് ഓക്സാലോ അസറ്റിക് ട്രാൻസ് അമിനേസ്. സീറം ഗ്ലൂട്ടാമിക് ഓക്സാലോ അസറ്റിക് ട്രാൻസ് അമിനേസ് എന്നുള്ളതാണ് aspartate aminotransferaseൻ്റെ പേര്. വിച്ച് ഈസ് നോട്ട് എ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. തന്നിരിക്കുന്നതിൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. ഇതേ ചോദ്യം നമ്മൾ നേരത്തെ അവിടെ കണ്ടല്ലേ, ഇവിടെ ടെസ്റ്റ് ഫോർ സീറം ക്രിയാറ്റിനാണ് ഇതിൽ പെടാത്തത്. ബാക്കി ടെസ്റ്റ് ഫോർ AST, ടെസ്റ്റ് ഫോർ ALT, ആൽബുമിൻ ടെസ്റ്റ് എല്ലാം ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ വരുന്നതാണ്. സീറം ക്രിയാറ്റിനാണ് വരാത്തത്. ആൻ എക്സാമ്പിൾ ഓഫ്
സ്പെഷ്യൽ സ്റ്റെയിനിങ് ഈസ്. സ്പെഷ്യൽ സ്റ്റെയിനിങ്ങിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, പീരിയോഡിക് ആസിഡ് ഷിഫ്റ്റ് സ്റ്റെയിനിങ് ആണ്. The staining technique that is preferred for viewing intracellular hemoprotozoans is. അപ്പോൾ ഇൻട്രാസെല്ലുലാർ ഹീമോപ്രോട്ടോസോവൻസിനെ വ്യൂ ചെയ്യാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്ന സ്റ്റെയിനിങ് ടെക്നിക്ക് ഏതാണ്? ഗീംസ സ്റ്റെയിനിങ് ആണ്. ഗീംസ സ്റ്റെയിനിങ്. ദ സ്റ്റെറിലൈസേഷൻ കണ്ടീഷൻസ് ഇൻ എ സ്റ്റീം ജാക്കറ്റഡ് ഓട്ടോക്ലേവീസ്. സ്റ്റെറിലൈസേഷൻ കണ്ടീഷൻസ് ഇൻ എ സ്റ്റീം ജാക്കറ്റഡ് ഓട്ടോക്ലേവിലുള്ള സ്റ്റെറിലൈസേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാ ഓപ്ഷൻ ഡി ആണ്, 121 ഡിഗ്രി സെൽഷ്യസ് അറ്റ് 15 അല്ലേ. 15 ആണ് പ്രഷർ ഫോർ 15 മിനിറ്റ്സ് അല്ലേ. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി ആണ്, 121 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ്സ് വരെ വെക്കണം എന്നുള്ളതാണ്. അടുത്തത്, ദ സ്പെഷ്യൽ മൈക്രോസ്കോപ്പ് യൂസ്ഡ് ഫോർ ഡിറ്റക്റ്റിംഗ് ലെപ്റ്റോസ്പൈസ് ഇൻ ബ്ലഡ് സാമ്പിളിൽ ലെപ്റ്റോസ്പൈസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ മൈക്രോസ്കോപ്പ് ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് ആണ്. ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. ദ ഇൻകോർപ്പറേഷൻ പെർസെൻറ്റേജ് ഓഫ് അഗർ ഇൻ കോമൺ ബാക്ടീരിയോളജിക്കൽ മീഡിയ ഈസ്. ദ ഇൻകോർപ്പറേഷൻ ഓഫ് പെർസെൻറ്റേജ് ഓഫ് അഗർ ഇൻ കോമൺ ബാക്ടീരിയോളജിക്കൽ മീഡിയ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 1.5% to 2%. 1.5% to 2%. An example for anaerobic media. Anaerobic മീഡിയത്തിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഫ്ലൂയിഡ് തയോഗ്ലൈക്കോലൈറ്റ് മീഡിയം. ഫ്ലൂയിഡ് തയോഗ്ലൈക്കോലൈറ്റ് മീഡിയം. Which among the following is not a modification of gram staining? gram സ്റ്റെയിനിങ്ങിൻ്റെ മോഡിഫിക്കേഷനിൽ വരാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഫ്ലെവിങ്സ് മോഡിഫിക്കേഷൻ ആണ്. ഫ്ലെവിങ്സ് മോഡിഫിക്കേഷൻ. In lactophenol cotton blue stain, the function of cotton blue is to. In lactophenol cotton blue stain, the function of cotton blue. Function എന്താണ് cotton blueൻ്റെ ഫംഗ്ഷൻ? ഓപ്ഷൻ സി ആണ്, സ്റ്റെയിൻ ദി ഫംഗസ്. ഫംഗസിനെ സ്റ്റെയിൻ ചെയ്യുക എന്നതാണ് അവിടെ ഫംഗ്ഷൻ വരുന്നത്. ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് ഫിക്സിംഗ് എ ബാക്ടീരിയൽ സ്മിയർ. ഒരു ബാക്ടീരിയൽ സ്മിയർ ഫിക്സ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന കോമൺ മെത്തേഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഹീറ്റ് ഫിക്സിംഗ് ആണ്. ഹീറ്റ് ഫിക്സിംഗ്. ദ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി പ്രസൻറ്റ് ഇൻ ആൻ ഇൻഡിവിജ്വൽ ഈസ്. നമ്മുടെ സാധാരണ ഒരു നോർമൽ ഇൻഡിവിജ്വലിൽ ഉള്ള നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഇനേറ്റ് ഇമ്മ്യൂണിറ്റി ആണ്. ഇനേറ്റ് ഇമ്മ്യൂണിറ്റി. നോസോകോമിയൽ ഇൻഫെക്ഷൻ മീൻസ് ഇൻഫെക്ഷൻ അക്വയർഡ് ഫ്രം. അതിൽ നിന്നുള്ള എന്താണ് ഇൻഫെക്ഷൻ ആണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ സി ആണ്, ഹോസ്പിറ്റൽസിൽ നിന്നുള്ള ഇൻഫെക്ഷൻ ആണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. ദ സ്പെസിമെൻ ടേക്കൺ ഫ്രം എ ഡെഡ് ഡോഗ് ഫോർ ഡയഗ്നോസിസ് ഓഫ് റാബിസിസ്. റാബിസിനെ ഡയഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെഡ് ഡോഗിൽ നിന്നും നമ്മൾ എടുക്കുന്നത് സ്പെസിമെൻ എടുക്കുകയാണെങ്കിൽ അതെന്താണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ബ്രെയിൻ ആണ് നമ്മൾ എടുക്കുക. ഓക്കെ, സ്പെസിമെൻ ടേക്കൺ ഫ്രം എ ഡെഡ് ഡോഗ്. ഒരു ഡെഡ് ഡോഗിൽ നിന്നും റാബിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പാർട്ട് ഏതാണ്? ബ്രെയിൻ ആണ്. ഫോർ സെപ്പറേഷൻ ഓഫ് എ സീറം ബ്ലഡ് ഈസ് കളക്റ്റഡ് ഇൻ. നമ്മൾ സീറം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ഏതിലാണ് കളക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ ഡി, ഡ്രൈ ട്യൂബ്സ് വിത്തൗട്ട് എനി കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്ത ഡ്രൈ ട്യൂബ്സിലാണ് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. ബാക്ടീരിയൽ കോളനീസ് ഹാവ് എ റൈസ്ഡ് ഓർ ബൾജിങ് സെൻറ്റർ ഇസ് കോൾഡ്. ബാക്ടീരിയൽ കോളനീസിനുള്ള ഒരു റൈസ്ഡ് അല്ലെങ്കിൽ ബൾജിങ് സെൻറ്ററിനെ പറയുന്ന പേരാണ് ഓപ്ഷൻ സി, എംബോണേറ്റ്. അടുത്ത ചോദ്യം, മീഥൈൽ റെഡ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട്. മീഥൈൽ റെഡ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ എ, ആസിഡ് പ്രൊഡക്ഷൻ ഫ്രം ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിൽ നിന്നുള്ള ആസിഡ് പ്രൊഡക്ഷൻ്റെ ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മീഥൈൽ റെഡ് ടെസ്റ്റ്. ദ മോസ്റ്റ് കോമൺ എൻസൈം യൂസ്ഡ് ഇൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. പോളിമറൈസ് ചെയിൻ റിയാക്ഷനിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ടാക് പോളിമറേസ് ആണ്. ടാക് പോളിമറേസ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് നൗ നോൺ ആസ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ഓപ്ഷൻ ഡി ആണ്, BIS ആണ്. BIS. The maximum permissible level of total hardness in drinking water as per Indian standard is എത്രയാ? ഓപ്ഷൻ ബി ആണ്, 600 mg/L ആണ്. 600 mg/L. The headquarters of FAO is instituted in. FAOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഓപ്ഷൻ സി ആണ്, റോമിലാണ്. റോം. The agar recommended for antibiotic sensitivity used in ടെസ്റ്റിംഗ് ഈസ്. ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അഗർ ഏതാണ്?
ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുള്ളർ ഹിൻറ്റൺ അഗർ ആണ്. മുള്ളർ ഹിൻറ്റൺ അഗർ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്ലാറ്റ്ഫോം ടെസ്റ്റ് ഫോർ മിൽക്ക്? മിൽക്കിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് എ പ്ലാറ്റ്ഫോം ടെസ്റ്റ് ഫോർ മിൽക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്, ടോട്ടൽ പ്ലേറ്റ് കൗണ്ട് ടെസ്റ്റ് ആണ്. ബാക്കി ആൽക്കഹോൾ ടെസ്റ്റ്, ഓർഗാനോ ലെപ്റ്റിക് ടെസ്റ്റ്, അതുപോലെ ക്ലോട്ടോൺ ബോയിലിംഗ് ടെസ്റ്റ് എല്ലാം പ്ലാറ്റ്ഫോം ടെസ്റ്റ് ഫോർ മിൽക്കിൽ വരുന്നതാണ്. അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. യൂറിനറി ക്രിസ്റ്റൽ ഹാവിംഗ് കോഫിൻ ലിഡ് അപ്പിയറൻസ് ഈസ്. യൂറിനറി ക്രിസ്റ്റൽ ഹാവിംഗ് കോഫിൻ ലിഡ് അപ്പിയറൻസ്. കോഫിൻ ലിഡ് അപ്പിയറൻസ് ഉള്ള യൂറിനറി ക്രിസ്റ്റൽസ് എന്താണ്? ഓപ്ഷൻ ബി ആണ്, ട്രിപ്പിൾ ഫോസ്ഫേറ്റ് ആണ്. ട്രിപ്പിൾ ഫോസ്ഫേറ്റ്. അടുത്ത ചോദ്യം, ഡ്രീപാനോസൈറ്റ്സ് ആർ സീൻ ഇൻ. ഡ്രീപാനോസൈറ്റ്സ് ആർ സീൻ ഇൻ എവിടെയാ? ഓപ്ഷൻ ഡി ആണ്, സിക്കിൾ സെൽ അനീമിയ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ വാട്ടർ സൊല്യൂബിൾ വാക്സ്? തന്നിരിക്കുന്നതിൽ വാട്ടർ സൊല്യൂബിൾ വാക്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, കാർബോവാക്സ് ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കാർബോവാക്സ്. യൂറോബിലിനോജൻ ഈസ് കംപ്ലീറ്റ്ലി ആബ്സെന്റ്. യൂറോബിലിനോജൻ കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആയിട്ടുള്ളത് എന്തിലാണ്? ഓപ്ഷൻ എയിലാണ്, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിലാണ് യൂറോബിലിനോജൻ ആബ്സെന്റ് ആയിട്ടുള്ളത്. നോൺ സ്പെസിഫിക് PAS സ്റ്റെയിനിങ് ഈസ് എൻകൗണ്ടേർഡ് ആഫ്റ്റർ ദിസ് ഫിക്സേഷൻ. ഏത് ഫിക്സേഷൻ? ഓപ്ഷൻ ഡി ആണ്, ഗ്ലൂട്ടറാൽഡിഹൈഡ്. ഗ്ലൂട്ടറാൽഡിഹൈഡ്. DIC ഈസ് എ കോംപ്ലിക്കേഷൻ ഓഫ്. DIC എന്ന് പറയുന്നത് എന്താ? DIC ഈസ് എ കോംപ്ലിക്കേഷൻ ഓഫ് ഓപ്ഷൻ എ, അക്യൂട്ട് മൈലോസൈറ്റിക് ലുക്കീമിയ. അക്യൂട്ട് മൈലോസൈറ്റിക് ലുക്കീമിയ. അടുത്തത്, 1 gram ഹീമോഗ്ലോബിൻ ക്യാൻ ബൈൻഡ് വിത്ത്. 1 gram ഹീമോഗ്ലോബിൻ ക്യാൻ ബൈൻഡ് വിത്ത്. ഓപ്ഷൻ സി ആണ്, 1.34 ml ഓഫ് ഓക്സിജൻ. 1.34 ml ഓഫ് ഓക്സിജൻ. ബ്ലാക്ക് കളേർഡ് യൂറിൻ ഈസ് എ ഫീച്ചർ ഓഫ്. ബ്ലാക്ക് കളേർഡ് യൂറിൻ എന്ന് പറയുന്നത് എന്തിൻ്റെ ഫീച്ചറാണ്? ഓപ്ഷൻ ബി ആണ്, ആൽക്കപ്റ്റോനൂറിയ. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ആൽക്കപ്റ്റോനൂറിയ. അടുത്തത്, ഗ്ലാൻസ്മാൻസ് ഡിസീസ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഗ്ലാൻസ്മാൻസ് ഡിസീസ് എന്ന് പറയുന്നത് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു? ഓപ്ഷൻ എ ആണ്, ഡിഫക്റ്റീവ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ. ഡിഫക്റ്റീവ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനുമായി ബന്ധപ്പെട്ടതാണ് ഗ്ലാൻസ്മാൻസ് ഡിസീസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ലെങ്ത് ഓഫ് വിൻഡ്രോപ്സ് ഹിമാറ്റോക്രിറ്റ് ക്യൂബ്. ലെങ്ത് ഓഫ് വിൻഡ്രോപ്സ് ഹിമാറ്റോക്രിറ്റ് ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 11 സെൻറ്റിമീറ്റർ ആണ്. അടുത്തത്, ബെറ്റ് ക്ലെയർ മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട്. ബെറ്റ് ക്ലെയർ മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട്. എന്ത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി, HBF. ഗ്രീൻ കളേർഡ് വാക്യൂറ്റൈനർ ട്യൂബ് കണ്ടെയ്ൻസ്. ഗ്രീൻ കളേർഡ് വാക്യൂറ്റൈനർ ട്യൂബിൽ എന്താണുള്ളത്? ഓപ്ഷൻ ഡി ആണ്, ഹെപ്പാരിൻ. അടുത്ത ചോദ്യം, ദ സ്റ്റെയിൻ യൂസ്ഡ് ടു ഡിമോൺസ്ട്രേറ്റ് ബാർ ബോഡി. ബാർ ബോഡി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഷോർ സ്റ്റെയിൻ. നേരത്തെ നമ്മൾ കണ്ടല്ലേ ഈ ചോദ്യം. അടുത്ത ചോദ്യം, വെയ്റ്റ് ഓഫ് NaOH ടു ബി ടേക്കൺ ഫോർ പ്രിപ്പയറിംഗ് 0.2 NaOH ഇൻ 100 ml ക്വാണ്ടിറ്റി ഈസ്. എത്രയാണ് നമ്മൾ എടുക്കേണ്ട NaOH എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്, 0.8 gram ആണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ പ്രൈമറി സ്റ്റാൻഡേർഡ് കെമിക്കൽ? തന്നിരിക്കുന്നതിൽ പ്രൈമറി സ്റ്റാൻഡേർഡ് കെമിക്കൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, Na2CO3. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഇസ് മാൾട്ടോസിസ്. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഇൻ മാൾട്ടോസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, α14 ലിങ്കേജ് ആണ്. α14 ലിങ്കേജ്. അടുത്ത ചോദ്യം, പൈറുവേറ്റ് ഈസ് കൺവേർട്ടഡ് ടു അസറ്റൈൽ കോ എ ബൈ. എത്രയാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്, പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്. പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്. ദ മെയിൻ അപ്പോപ്രോട്ടീൻ പ്രസന്റ് ഇൻ LDL പ്രസന്റ് ആയിട്ടുള്ള അപ്പോപ്രോട്ടീൻ, മെയിൻ അപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ApoB100. വേവ് ലെങ്ത് സെലക്ടർ ഇൻ സ്പെക്ട്രോഫോട്ടോമീറ്റർ ഈസ് എയ്തർ. വേവ് ലെങ്ത് സെലക്ടർ ഇൻ സ്പെക്ട്രോഫോട്ടോമീറ്റർ ഈസ് എയ്തർ. ഓപ്ഷൻ ഡി ആണ്, ബോത്ത് ബി ആൻഡ് സി. അതായത് പ്രിസംസ്, എയ്തർ പ്രിസംസ്. അടുത്തത് എന്താ? ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്സ്. ബെൻസ് ജോൺസ് പ്രോട്ടീൻ ഈസ് സീൻ ഇൻ. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, ബെൻസ് ജോൺസ് നേരത്തെ കണ്ട അതേ ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ്, മൾട്ടിപ്പിൾ മൈലോമ. അപ്പോൾ ഇവിടെ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത ചോദ്യം, അമിനോ ആസിഡ്സ് ഇൻവോൾവ് ഇൻ ക്രിയാറ്റിനിൻ സിന്തസിസ്. അമിനോ ആസിഡ്സ് ഇൻവോൾവ് ഇൻ ക്രിയാറ്റിനിൻ സിന്തസിസ്. ക്രിയാറ്റിനിൻ സിന്തസിസിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള അമിനോ ആസിഡ്സ് ഏതാണ്?
ഓപ്ഷൻ ഡി ആണ് ഓൾ ദ എബവ്. അതായത് ഗ്ലൈസീൻ ഉണ്ട്, മെത്തിയോണിൻ ഉണ്ട്, അർജിനൈൻ ഉണ്ട്. ഓക്കെ, ഇത് മൂന്നും വരുന്നുണ്ട്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ബോത്ത് കീറ്റോജനിക് ആൻഡ് ഗ്ലൂക്കോജനിക്? ഇതിൽ തന്നിട്ടുള്ളതിൽ കീറ്റോജനിക്കും ഗ്ലൂക്കോജനിക്കുമായിട്ടുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഐസോല്യൂസിൻ. ഐസോല്യൂസിൻ. കോക്കെ അറേഞ്ച്ഡ് ഇൻ പാക്കറ്റ്സ് ഓഫ് 8. കോക്കെ എന്ന് പറയുന്നത് അറേഞ്ച്ഡ് ഇൻ പാക്കറ്റ്സ് ഓഫ് 8 എന്താണ്? ഓപ്ഷൻ സി ആണ് സാൾസീന. സാൾസീന ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, ബാക്ടീരിയൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ സമയത്ത് പഠിച്ചതാണ്. അടുത്തത് കോഎൻസൈം ഇൻവോൾവ് ഇൻ ട്രാൻസമിനേഷൻ റിയാക്ഷൻസ്. ട്രാൻസമിനേഷൻ റിയാക്ഷൻസിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള കോഎൻസൈം ഏതാണ്? ഓപ്ഷൻ ബി ആണ് PLP ആണ്. PLP. അടുത്തത് ബാക്ടീരിയ വിച്ച് ഹാവ് ലോസ്റ്റ് ദെയർ സെൽ വാൾ ഈസ് റെഫേർഡ് ടു ആസ്. ബാക്ടീരിയ വിച്ച് ഹാവ് ലോസ്റ്റ് ദെയർ സെൽ വാൾ. സെൽ വാൾ ലോസ്റ്റ് ചെയ്തിട്ടുള്ള ബാക്ടീരിയ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി ആണ് പ്രോട്ടോപ്ലാസ്റ്റ് ആണ്. പ്രോട്ടോപ്ലാസ്റ്റ്. ഓർഗൻ ഓഫ് അഡ്ഹിഷൻ ഇൻ ബാക്ടീരിയ. ബാക്ടീരിയയിലെ അഡ്ഹിഷൻ എന്ന് പറയുന്നതിൻ്റെ ഓർഗൻ ഓഫ് അഡ്ഹിഷൻ ഇൻ ബാക്ടീരിയ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് പിലൈ ആണ്. മെറ്റാക്രോമാറ്റിക് ഗ്രാന്യൂൾസ് ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് ബൈ. മെറ്റാക്രോമാറ്റിക് ഗ്രാന്യൂൾസ് ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് ബൈ ഓപ്ഷൻ ഡി പോണ്ടേഴ്സ് സ്റ്റെയിനിങ്. പോണ്ടേഴ്സ് സ്റ്റെയിനിങ്. സെലക്റ്റീവ് മീഡിയം ഫോർ കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ. സെലക്റ്റീവ് മീഡിയം ഫോർ കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ടെല്യൂറൈറ്റ് ബ്ലഡ് അഗർ ആണ്. ടെല്യൂറൈറ്റ് ബ്ലഡ് അഗർ. ആൻറ്റിബയോട്ടിക് ഹാവിംഗ് ആൻറ്റി DNA ഗൈറേസ് ആക്ഷൻ. ആൻറ്റിബയോട്ടിക് ഹാവിംഗ് ആൻറ്റി DNA ഗൈറേസ് ആക്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ക്യുനോലോൺസ്. ക്യുനോലോൺസ്. The control strain of bacteria for antibiotic sensitivity test in case of gram-negative bacilli is. The control of strain of bacteria for antibiotic sensitivity test in case of gram-negative bacilli is. Option A ആണ് NCTC 10418 E. coli എന്ന് പറയുന്നത്. Picric acid should be stored. Picric acid സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് അണ്ടർ വാട്ടർ. അണ്ടർ വാട്ടർ. ട്യൂബ് ലെങ്ത് ഓഫ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പീസ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ട്യൂബ് ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് 160 mm. ടിൻഡലൈസേഷൻ ഈസ് എ ടൈപ്പ് ഓഫ്. ടിൻഡലൈസേഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ ടൈപ്പാണ്? ഓപ്ഷൻ എ ആണ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ്. മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ് ടിൻഡലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തത് മൈക്രോ ആൽബുമിനോറിയ ഈസ് ഡിഫൈൻഡ് ആസ്. മൈക്രോ ആൽബുമിനോറിയ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ ബി ആണ് 30 to 300 mg ആൽബുമിൻ പെർ ഡേ ആണ്. 30 to 300 mg ആൽബുമിൻ പെർ ഡേ ആണ് മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറയുന്നത്. അടുത്തത് HbA1c ലെവൽ 4.5 to 5.6% ഇൻഡിക്കേറ്റ്സ്. നമ്മൾ പഠിച്ചതാണല്ലേ HbA1c എന്ന് പറയുന്നത് 4.5 to 5.6% ആയി കഴിഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് നോർമൽ ആണ്. നോർമൽ റേഞ്ച് എന്ന് പറയുന്നതാണ് HbA1cയുടെ നോർമൽ റേഞ്ച് ആണ് 4.5 to 5.6% എന്ന് പറയുന്നത്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻ വിട്രോ ജീൻ ആംപ്ലിക്കേഷൻ പ്രൊസീജിയർ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻ വിട്രോ ജീൻ ആംപ്ലിക്കേഷൻ പ്രൊസീജിയർ? ഓപ്ഷൻ ബി ആണ് PCR ആണ്. PCR. അടുത്ത ചോദ്യം KOH പ്രിപ്പറേഷൻ ഈസ് യൂസ്ഡ് ടു ഡെമോൺസ്ട്രേറ്റ്. KOH പ്രിപ്പറേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? എന്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് ഫംഗസ്. ഹൂ ലെഡ് ദ ആൻറ്റി ബ്രിട്ടീഷ് സ്ട്രഗിൾ ഇൻ കിറ്റൂർ. ഹൂ ലെഡ് ദ ആൻറ്റി ബ്രിട്ടീഷ് സ്ട്രഗിൾ ഇൻ കിറ്റൂർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് റാണി കണ്ണമ്മ. റാണി കണ്ണമ്മ. ദ മുഗൾ ആർക്കിടെക്ചർ ഈസ് എ ബ്ലെൻഡിങ് ഓഫ്. ദ മുഗൾ ആർക്കിടെക്ചർ ഈസ് എ ബ്ലെൻഡിങ് ഓഫ്. ഓപ്ഷൻ ബി പേർഷ്യൻ ആൻഡ് ഇന്ത്യൻ സ്റ്റൈൽസ്. The Article 21 of Indian Constitution entitles. The Article 21 എന്ന് പറയുന്നത് എന്താണ് എൻറ്റൈറ്റിൽ ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ടു ലൈഫ് ആണ്. റൈറ്റ് ടു ലൈഫ്. ഹൂ ഈസ് ദ ഓതർ ഓഫ് കൽപ്പസൂത്ര. കൽപ്പസൂത്രയുടെ ഓതർ ആരാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ് ഭദ്രബാഹു. ഭദ്രബാഹു ആണ് കൽപ്പസൂത്രയുടെ ഓതർ. ഭദ്രബാഹു. വിച്ച് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കനിഷ്ക. കനിഷ്കയുടെ ക്യാപിറ്റൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് പുരുഷപുര. പുരുഷപുര എന്നുള്ളതാണ് ക്യാപിറ്റൽ ഓഫ് കനിഷ്ക. പുരുഷപുര. ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് പല്ലവ ഡൈനാസ്റ്റി. പല്ലവ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് സിംഹ വിഷ്ണു.
നെയിം ദ മലയാളി പൊളിറ്റിക്കൽ ലീഡർ ഹൂസ് സ്റ്റാച്യു ഈസ് ഇൻസ്റ്റാൾ ഇൻ ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സ്റ്റാച്യു ഏത് പൊളിറ്റിക്കൽ ലീഡറുടേതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എ കെ ഗോപാലൻ. എ കെ ഗോപാലൻ. ദിനബന്ധു സാർവജനിക് സഭ വാസ് ഫൗണ്ടഡ് ബൈ. ദിനബന്ധു സാർവജനിക് സഭ ഫൗണ്ട് ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ ആണ്, ജ്യോതിബ ഫൂലെ ആണ്. സാർവജനിക് സഭ ജ്യോതിബ ഫൂലെ. ഹൂ ഇസ് ദ ഓദർ ഓഫ് മോക്ഷപ്രദീപം. മോക്ഷപ്രദീപത്തിന്റെ ഓദർ ആരാണ്? ഓപ്ഷൻ സി ആണ്, ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മോക്ഷപ്രദീപത്തിന്റെ ഓദർ. ഫസ്റ്റ് വുമൺ ജഡ്ജ് ഇൻ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് ജഡ്ജ് എന്ന് പറയുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആണ്, ജസ്റ്റിസ് ഫാത്തിമ ബീവി ആണ്. ജസ്റ്റിസ് ഫാത്തിമ ബീവി. അടുത്തത്, അൽബുക്കർക്ക് ക്യാപ്ചേർഡ് ഗോവ ഫ്രം ദ റൂളർ ഓഫ്. ഏത് റൂളറിന്റെ കീഴിലായിരിക്കുമ്പോഴാണ് അൽബുക്കർക്ക് ഗോവ പിടിച്ചടക്കിയത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ബിജാപൂർ. ബിജാപൂർ. അടുത്തത്, ഹു ഡിസ്ക്രൈബ്ഡ് താജ്മഹൽ ആസ് എ ടിയർ ഡ്രോപ്പ് ഓൺ ദ ചീക്ക് ഓഫ് മൈ എറ്റേണിറ്റി. എൻ്റെ എന്താണ് കണ്ണുനീർ അല്ലെ എൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ആണ്, രവീന്ദ്രനാഥ ടാഗോർ ആണ്. അടുത്തത്, ഹു വാസ് ദ ഗവർണർ ഓഫ് കേരള വെൻ ഇറ്റ് കെയിം അണ്ടർ പ്രസിഡന്റ് റൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം. ഹു വാസ് ദ ഗവർണർ ഓഫ് കേരള. ഗവർണർ ആരായിരുന്നു കേരളത്തിന്റെ എപ്പോഴത്തെ? വെൻ ഇറ്റ് കെയിം അണ്ടർ പ്രസിഡന്റ് റൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് പ്രസിഡന്റ് റൂൾ വന്ന സമയത്തുള്ള കേരള ഗവർണർ ആരാണ്? ഓപ്ഷൻ ഡി ആണ്, ബി രാമകൃഷ്ണ റാവു. രാമകൃഷ്ണ റാവു. ഹു കോൺസെക്രേറ്റഡ് മിറർ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ സൗത്ത് ഇന്ത്യ. അതായത് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ഓപ്ഷൻ എ ആണ്, വൈകുണ്ഠ സ്വാമികൾ. സൗത്ത് ഇന്ത്യയിൽ കണ്ണാടി പ്രതിഷ്ഠ ആദ്യമായിട്ട് നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. അടുത്തത്, ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് തിരുവിതാംകൂർ ഈഴവ മഹാസഭ. തിരുവിതാംകൂർ ഈഴവ മഹാസഭയുടെ ഫൗണ്ടർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പൽപ്പു ആണ്. The first general election after the formation of Kerala state was held in. The first general election after the formation of കേരളം ഫോം ചെയ്തതിന് ശേഷം നടന്ന ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നടന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഏപ്രിൽ 1957 ആണ് ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത്. അടുത്തത്, ദ ഒറിജിനേറ്റേഴ്സ് ഓഫ് ദി ദ്രാവിഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് സ്കൾപ്ചർ ഇൻ സൗത്ത് ഇന്ത്യ വാസ് ദ. ഏതാ ഉത്തരം? ഓപ്ഷൻ എ ആണ്, ഹോയ്സലസ് ആണ് കേട്ടോ, ഹോയ്സലസ്. അടുത്തത്, ഹൂ ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ബീഹാർ. ആ സമയത്തുള്ള കറണ്ട് അഫെയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആയിരുന്നു, നിതീഷ് കുമാർ. അടുത്തത്, വേർ ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് വെസ്റ്റേൺ കമാൻഡ് ഓഫ് ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? വെസ്റ്റേൺ കമാൻഡ് ഓഫ് ഇന്ത്യൻ ആർമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ചാന്ദി മന്ദിർ ആണ് കേട്ടോ, ചാന്ദി മന്ദിർ. ആദ്യത്തെ ചോദ്യം, കോസ്റ്റ് ലൈൻ ഓഫ് ഇന്ത്യ ഈസ് ഡാഷ് കിലോമീറ്റർ. എത്രയാണ് കോസ്റ്റ് ലൈൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്, 8129. അടുത്തത്, അൻ അമിനോ ആസിഡ് റെസ്പോൺസിബിൾ ഫോർ സ്വീറ്റ് ടേസ്റ്റ് ഈസ് പ്രോൺ. പ്രോണിലുള്ള ഒരു സ്വീറ്റ് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, പ്രോൺ ചെമ്മീനിലുള്ള ഒരു മധുരം പോലത്തുള്ള ഒരു ടേസ്റ്റ് ഉണ്ട്. അതിന് കാരണമായിട്ടുള്ള അമിനോ ആസിഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗ്ലൈസീൻ ആണ് സ്വീറ്റ് ടേസ്റ്റ് ഇൻ പ്രോണിന് കാരണം, ഗ്ലൈസീൻ. ഇന്ത്യൻ ഓയിൽ സാർഡിൻ സാർഡിനെല്ല ലോഞ്ചിസെപ്സ് ഈസ് എ പ്ലാങ്ക്ടൺ ഫീഡർ. മെയിൻലി ഫീഡ്സ് ഓൺ. എന്തിലാണ് മെയിനായിട്ട് ഫീഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ്, ഫ്രെജില്ലേറിയ ഓഷ്യാനിക്ക. ഫ്രെജില്ലേറിയ ഓഷ്യാനിക്ക. അടുത്ത ചോദ്യം, ദ റോയൽ ഇന്ത്യൻ നേവൽ റിവോൾട്ട് ഓഫ് 1946 ബ്രോക്ക് ഔട്ട് ഇൻ. റോയൽ ഇന്ത്യൻ നേവൽ റിവോൾട്ട് ബ്രോക്ക് ഔട്ട് ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ എ ആണ്, ബോംബെയിലാണ്. ദ ഫൗണ്ടർ ഓഫ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് വാസ്. അതിൻ്റെ ഫൗണ്ടർ ഓപ്ഷൻ എ ആണ്, ഇ വി രാമസ്വാമി നായ്ക്കർ ആണ്. ഇ വി രാമസ്വാമി നായ്ക്കർ. കേരള സിംഹം ഈസ് എ നോവൽ ബൈ. കേരള സിംഹം എഴുതിയത് ഓപ്ഷൻ സി ആണ്, കെ എം പണിക്കർ. അടുത്തത്, ആനന്ദമഠ് വാസ് എ നോവൽ. ആനന്ദമഠ് എന്ന് പറയുന്ന നോവൽ ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്, ബംഗാളി. അടുത്തത്, ദ ഖിലാഫത്ത് മൂവ്മെന്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ. ഖിലാഫത്ത് മൂവ്മെന്റ്, ഖിലാഫത്ത് പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തത്, ആരംഭിച്ചത് ആരാണ്? ഓപ്ഷൻ സി ആണ്, അലി ബ്രദേഴ്സ് ആണ്, അലി സഹോദരന്മാർ. ദ ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഇൻ ഇന്ത്യ. പ്ലാനിംഗ് കമ്മീഷൻ, ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ ആണ്, നരേന്ദ്രമോദി. ഡ്രെയിൻ തിയറി വാസ് പ്രസന്റഡ് ബൈ. ഡ്രെയിൻ തിയറി, ചോർച്ചാ സിദ്ധാന്തം പ്രസന്റ് ചെയ്തത് ആരാണ്?
ഓപ്ഷൻ ബി ആണ് ദാദാഭായ് നവറോജിയുടേതാണ് ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തം. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി അഡ്വൈസ് ഓഫ്, ആരുടെ അഡ്വൈസ് പ്രകാരമാണ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഓപ്ഷൻ ബി ആണ് ലോർഡ് മെക്കാളെ ആണ്, ലോർഡ് മെക്കാളെ. ഓക്കെ, അടുത്ത ചോദ്യം, കേരള ഫോക്ലോർ അക്കാദമി ഈസ് സിറ്റുവേറ്റഡ് ഇൻ, കേരള ഓപ്ഷൻ ഡി ആണ് കണ്ണൂർ, കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. ഹു സ്റ്റാർട്ടഡ് ആശ്രം ഇൻ പോണ്ടിച്ചേരി, പോണ്ടിച്ചേരിയിൽ ആശ്രമം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ആണ് അരബിന്ദ ഘോഷാണ്, അരബിന്ദ ഘോഷ്. ശാരദ ചിട്ടി സ്കാം വാസ് റിപ്പോർട്ടഡ് ഫ്രം, ശാരദ ചിട്ടി സ്കാം വാസ് റിപ്പോർട്ടഡ് ഫ്രം, എവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്തത്? ഓപ്ഷൻ ബി ആണ് വെസ്റ്റ് ബംഗാൾ. ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ വാസ് സെറ്റപ്പ് ഫോർ ഇൻക്വയറി ഇൻ ടു, ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ ഇൻക്വയറിക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്തിട്ടുള്ള കമ്മീഷൻ ആയിരുന്നു? ഓപ്ഷൻ എ സോളാർ സ്കാം, സോളാർ സ്കാമിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അടുത്തത്, ടോൾസ്റ്റോയ് ഫാം സെറ്റപ്പ് ബൈ ഗാന്ധി വാസിൻ, ഗാന്ധി ടോൾസ്റ്റോയ് ഫാം സെറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് സൗത്ത് ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക. അടുത്തത്, ഡാഷ് ഈസ് നോൺ ആസ് ബ്ലൂ ഗോൾഡ്, ബ്ലൂ ഗോൾഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വാട്ടർ. അടുത്തത്, കുമാരനാശാൻ ആൻഡ് ഡോക്ടർ പൽപു വർ അസോസിയേറ്റഡ് വിത്ത് ദ ഓർഗനൈസേഷൻ, കുമാരനാശാനും ഡോക്ടർ പൽപുവും കൂടെ ചേർന്ന് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓർഗനൈസേഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് SNDP ആണ്, SNDP. വേൾഡ് ബ്ലഡ് ഡോണർ ഡേ, വേൾഡ് ബ്ലഡ് ഡോണർ ഡേ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ജൂൺ 14, ജൂൺ 14. സ്മോളസ്റ്റ് റിവർ ഇൻ കേരള, കേരളത്തിലെ ഏറ്റവും ചെറിയ റിവർ എന്ന് പറയുന്നത്, ചെറിയ നദി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് മഞ്ചേശ്വരം നദിയാണ്, മഞ്ചേശ്വരം. സുപ്രീം കോർട്ട് ഓർഡേർഡ് ഫോർ ദ റേസ് ഓഫ് വാട്ടർ ലെവൽ ഓഫ് മുല്ലപ്പെരിയാർ ടു, സുപ്രീം കോർട്ട് ഓർഡേർഡ് ഫോർ ദ റേസ് ഓഫ് വാട്ടർ ലെവൽ മുല്ലപ്പെരിയാർ ടു എത്രയാണ്, എത്ര അടിയാണ് കൂട്ടണമെന്ന് പറഞ്ഞത്? ഓപ്ഷൻ സി ആണ് 142 feet. നോ കാസ്റ്റ്, നോ റിലീജിയൻ, നോ ഗോഡ് ഫോർ മാൻകൈൻഡ്, ഹൂ സെഡ് ഇറ്റ്? ഒരു എന്താണ്, ജാതിയില്ല, മതമില്ല, ദൈവമില്ല മനുഷ്യന് എന്ന് പറഞ്ഞത് ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് സഹോദരൻ അയ്യപ്പൻ ആണ് പറഞ്ഞത്, സഹോദരൻ അയ്യപ്പൻ. അടുത്ത ചോദ്യം, ദ ഇയർ ഇൻ വിച്ച് ദ ഫിലിം രാജ ഹരിശ്ചന്ദ്ര വാസ് മെയ്ഡ്, രാജ ഹരിശ്ചന്ദ്ര എന്ന് പറയുന്ന ഫിലിം മെയ്ഡ് ചെയ്ത വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ് 1912. The digital money for internet-based business is, the digital money for internet-based business എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ബിറ്റ് കോയിൻ ആണ്, ബിറ്റ് കോയിൻ. വിച്ച് ഈസ് ദ ഫസ്റ്റ് എക്കോ ടൂറിസം പ്രോജക്റ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് തെന്മല. ഹൂ ഇസ് വേൾഡ്സ് ഫസ്റ്റ് ബാക്ക് പാക്ക് ജേർണലിസ്റ്റ്, ഹൂ ഇസ് ദ വേൾഡ്സ് ഫസ്റ്റ് ബാക്ക് പാക്ക് ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് കെവിൻ സൈറ്റ്സ് ആണ്, കെവിൻ സൈറ്റ്സ്. അടുത്ത ചോദ്യം, ടെലികോം ഡിപ്പാർട്ട്മെന്റ് സ്റ്റോപ്ഡ് ടെലിഗ്രാം സർവീസ് ഇൻ ഇന്ത്യ ഓൺ, ഇന്ത്യയിൽ ടെലിഗ്രാം സർവീസ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 15th July 2013, 2013 ജൂലൈ 15 എന്ത് ടെലിഗ്രാം സർവീസ് ഇന്ത്യയിൽ നിർത്തലാക്കിയത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ഡൽഹി സുൽത്താനേറ്റ്, ഇതിൽ ഡൽഹി സുൽത്താനേറ്റിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ് മുഗൾ ഡൈനാസ്റ്റി ആണ്, മുഗൾ ഡൈനാസ്റ്റി. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ കേരള, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടൻ ചോല. വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സണാലിറ്റീസ് ഹാവ് ദ റെക്കോർഡ് ഓഫ് ബീയിങ് എ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫോർ ദ ലോങ്സ്റ്റ് പീരീഡ്, ഏറ്റവും കൂടുതൽ കാലം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായിരുന്ന വ്യക്തി ആരാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ് KR ഗൗരിയമ്മയാണ്, KR ഗൗരിയമ്മ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹൈക്കോർട്ട്സ് ഹാസ് മോസ്റ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് അണ്ടർ ഇറ്റ്സ് ജൂറിസ്ഡിക്ഷൻ, ഏതാണ്, ഏത് ഹൈക്കോടതിയിലാണ് അതിൻ്റെ കീഴിൽ കുറേ സ്റ്റേറ്റ്സ്, ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ്സ് വരുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഗുവാഹട്ടി, ഗുവാഹട്ടി. ഹൂ കോയിൻഡ് ദ വേർഡ് സെൻസെക്സ്, സെൻസെക്സ് എന്ന് പറയുന്ന വേർഡ് കോയിൻ ചെയ്തത് ആരാണ്? ഓപ്ഷൻ സി ആണ് ദീപക് മോഹാനി ആണ്, ദീപക് മോഹാനി. ദ ഫസ്റ്റ് യൂണിയൻ മിനിസ്റ്റർ ഫോർ ഡിഫൻസ് വാസ്, ഡിഫൻസിന്റെ ഫസ്റ്റ് യൂണിയൻ മിനിസ്റ്റർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ബൽദേവ് സിംഗ്, ബൽദേവ് സിംഗ്. ഹു ട്രാൻസ്ലേറ്റഡ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് മഹാത്മാഗാന്ധി ഇൻ ടു ഇംഗ്ലീഷ്, മഹാത്മാഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫി, ആത്മകഥ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്?
ഓപ്ഷൻ ബി ആണ് മഹാദേവ് ദേശായി ആണ്, മഹാദേവ് ദേശായി. അടുത്ത ചോദ്യം, എമംഗ് ദ ഫോളോയിങ് റിവേഴ്സ് വിച്ച് വൺ ഹാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ട്രൈബ്യൂട്ടറീസ്? ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഗംഗാ നദിക്കാണ് ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ളത്, ട്രൈബ്യൂട്ടറീസ് ഉള്ളത്. അടുത്ത ചോദ്യം, ദ കൺട്രി ഇൻ വിച്ച് ദ ജാസ്മിൻ റെവല്യൂഷൻ വാസ് ബ്രോക്കൺ ഔട്ട്? ഏതാണ് കൺട്രി? ഓപ്ഷൻ ബി ആണ് ട്യൂണീഷ്യ. ഹു അക്കംപൈൻഡ് ചെഗ്വേര ഇൻ ഹിസ് മോട്ടോർ സൈക്കിൾ അഡ്വഞ്ചർ ട്രിപ്സ്? ചെഗ്വേരയുടെ മോട്ടോർ സൈക്കിൾ അഡ്വഞ്ചർ ട്രിപ്സിൽ അക്കംപൈൻ ചെയ്തത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ആൽബർട്ടോ ഗ്രാനഡോ, ആൽബർട്ടോ ഗ്രാനഡോ. വിച്ച് ഡിസ്ട്രിക്ട് ഹാസ് ദ ലാർജസ്റ്റ് ക്ലേ ഡെപ്പോസിറ്റ്? ഏറ്റവും കൂടുതൽ ക്ലേ ഡെപ്പോസിറ്റ് ഉള്ളത് ഏത് ഡിസ്ട്രിക്റ്റിലാണ്, ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ക്ലേ ഡെപ്പോസിറ്റ് ഉള്ളത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കൊല്ലമാണ്, കൊല്ലം. അടുത്തത്, നെയിം ദ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി? കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, kWh ആണ്. ഓക്കെ. അടുത്തത്, വിച്ച് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം ഹാസ് ലോവസ്റ്റ് ഡെൻസിറ്റി? ഏത് പ്ലാനറ്റിലാണ്, സോളാർ സിസ്റ്റത്തെ ഏത് പ്ലാനറ്റിലാണ് ലോവസ്റ്റ് ഡെൻസിറ്റി ഉള്ളത്? അതായത് ഏറ്റവും കുറഞ്ഞ സാന്ദ്രതയുള്ള ഗ്രഹം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സാറ്റേൺ ആണ്, സാറ്റേൺ. നെയിം ദ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ഇലക്ട്രിക് കറന്റ്? ഇലക്ട്രിക് കറന്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, അമ്മീറ്റർ ആണ് കേട്ടോ, അമ്മീറ്റർ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് AC യൂസ്ഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ യൂസ് ചെയ്തിട്ടുള്ള AC-യുടെ ഫ്രീക്വൻസി എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 50 ഹെർട്സ് ആണ്. ദ സ്കൈ അപ്പിയർ ബ്ലൂ ഡ്യൂ ടു? ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായിട്ടുള്ള പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻ സി ആണ്, സ്കാറ്ററിംഗ് ആണ്, സ്കാറ്ററിംഗ്. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ. നെയിം ദ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് AC ടു DC? AC-നെ DC ആക്കി മാറ്റുന്ന, കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ഡി ആണ്, ഡയോഡ് ആണ്, ഡയോഡ്. സൗണ്ട് കനോട്ട് ട്രാവൽ ത്രൂ? ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയാത്ത മാധ്യമം ഏതാണ്? ഓപ്ഷൻ സി ആണ്, വാക്വം ആണ്, വാക്വം. നെയിം ദ സോഴ്സ് ഓഫ് എനർജി ഇൻ സ്റ്റാർസ്? നക്ഷത്രങ്ങളിലെ എനർജിയുടെ സോഴ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഫ്യൂഷൻ ആണ്, ഫ്യൂഷൻ. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം? വാക്വത്തിലെ സ്പീഡ് ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത്, വാക്വത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത ഓപ്ഷൻ സി ആണ്, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ 1 മോൾ ഓഫ് വാട്ടർ? ഒരു മോൾ ഓഫ് വാട്ടറിൽ പ്രസന്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്ഷൻ ബി ആണ്, 6.022 × 10⁻23 എന്നുള്ളതാണ് വാല്യൂ. അടുത്ത ചോദ്യം, molarity of 1 liter sodium hydroxide solution containing 40 gram sodium hydroxide is? molarity ആണ് ചോദിച്ചിരിക്കുന്നത്. 1 liter of sodium hydroxide solution containing 40 gram sodium hydroxide, അതിൻ്റെ molarity എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 1 molar. How many grams of oxygen will be present in a vessel having volume of 672 liters at STP? STP-യിൽ 672 liters വോളിയം ഉള്ളതിൽ എത്രത്തോളം ഓക്സിജൻ ഉണ്ടായിരിക്കും എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 960 gram ആണ്. വാട്ട് ഈസ് ദ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി കമ്പഷൻ ഓഫ് 1 മോൾ ഓഫ് ബ്യൂട്ടൈൻ? അപ്പോൾ ഒരു മോൾ ഓഫ് ബ്യൂട്ടൈൻ കമ്പഷൻ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ്, 176 gram ആണ്, 176 gram. വിച്ച് സബ്ഷെൽ ഈസ് നോട്ട് പോസിബിൾ? ഇതിൽ തന്നിട്ടുള്ളതിൽ പോസിബിൾ അല്ലാത്ത സബ്ഷെൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, 3F ആണ് പോസിബിൾ അല്ലാത്തത്. ദ ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഡാഷ് ഈസ് നോൺ ആസ് കോണ്ടാക്ട് പ്രോസസ്? അതായത് എന്തിൻ്റെ പ്രിപ്പറേഷനാണ് നമ്മൾ കോണ്ടാക്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്? കോണ്ടാക്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രിപ്പറേഷനാണ്? ഓപ്ഷൻ ഡി ആണ്, H2SO4, സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനാണ് നമ്മൾ കോണ്ടാക്ട് പ്രോസസ്സ് അഥവാ സമ്പർക്ക പ്രക്രിയ എന്ന് പറയും മലയാളത്തിൽ. ഓക്കെ, സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രോസസ്സ്, H2SO4 സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ. ആൽക്കഹോൾസ് ആർ ഫങ്ഷണൽ ഐസോമേഴ്സ് ഓഫ്? ഏതിൻ്റെ ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ് ആൽക്കഹോൾസ് എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി, ഈതേഴ്സ്. ഈതേഴ്സിൻ്റെ ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ് ആൽക്കഹോൾസ്.
മെഡിസിൻസ് യൂസ്ഡ് ടു ലോവർ ബോഡി ടെമ്പറേച്ചർ ആർ കോൾഡ്. ലോവർ ബോഡി ടെമ്പറേച്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിൻസ് അറിയപ്പെടുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ആണ് ആൻറ്റിപയററ്റിക്സ്. ആൻറ്റിപയററ്റിക്സ്. അമോണിയ ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ലബോറട്ടറി ബൈ ഹീറ്റിംഗ് അമോണിയം ക്ലോറൈഡ് വിത്ത്. അമോണിയം ക്ലോറൈഡ് എന്തുമായിട്ട് ഹീറ്റ് ചെയ്തിട്ടാണ് ലബോറട്ടറിയിൽ അമോണിയ പ്രിപ്പയർ ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് ഹീറ്റ് ചെയ്തിട്ടാണ്. അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും കൂടെ ഹീറ്റ് ചെയ്തിട്ടാണ് അമോണിയ പ്രിപ്പയർ ചെയ്യുന്നത്. The volume of gas at a certain pressure is 300 ml at 27 degrees Celsius. At what temperature its volume be reduced to 200 ml at the same pressure? അപ്പോൾ 300 ml എന്ന് പറയുന്ന, അതായത് വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് 300 ml ആണ് അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ്. അറ്റ് വാട്ട് ടെമ്പറേച്ചർ, അപ്പോൾ ഏത് ടെമ്പറേച്ചറിലായിരിക്കും അത് 200 ml ആയിട്ട് മാറുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാ ആൻസർ? ഓപ്ഷൻ എ ആണ് -73 ഡിഗ്രി സെൽഷ്യസ് ആണ് വരിക. ഹൈപ്പർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇൻ അഡൾട്ട് കോസസ്. അഡൾട്ടിൽ ഗ്രോത്ത് ഹോർമോൺസ് അമിതമായിട്ട് സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഹൈപ്പർ സെക്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ട് സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന രോഗമാണ് ഓപ്ഷൻ ബി അക്രോമെഗാലി. എന്താണ്? അക്രോമെഗാലി. അടുത്തത്, ദ കെമിക്കൽ ഇൻ സിഗരറ്റ് സ്മോക്ക് വിച്ച് കോസ് ക്യാൻസർ. അപ്പോൾ നമ്മൾ സിഗരറ്റ് വലിക്കുമ്പോൾ അതിൽ ക്യാൻസർ കോസിംഗ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ഉണ്ട്. അത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ബെൻസീൻ ആണ്. ബെൻസീൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബെൻസീൻ എന്ന് പറയുന്നത് കാർസിനോജെനിക് ആണ്. വാൽവ് ദാറ്റ് ഗാർഡ്സ് ലെഫ്റ്റ് ഓറിക്കുലോ വെൻട്രിക്കുലാർ ഓപ്പണിംഗ്. ലെഫ്റ്റ് ഓറിക്കുലോ വെൻട്രിക്കുലാർ ഓപ്പണിങ്ങിനെ ഗാർഡ് ചെയ്തിട്ടുള്ള വാൽവ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ് മിട്രൽ വാൽവ് ആണ്. മിട്രൽ വാൽവ്. നമ്പർ ഓഫ് ക്രേനിയൽ നെർവ്സ് ഇൻ ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ ബീങ്സിലുള്ള ക്രേനിയൽ നെർവ്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് 12 പെയേഴ്സ് ആണ്. 12 പെയേഴ്സ്. ഹീമോഗ്ലോബിൻ ഈസ് എ. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ. എയ്ഡ്സ് അറ്റാക്ക് ചെയ്യുന്നത് എന്തിനെയാണ്? ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ്. ഇമ്മ്യൂൺ സിസ്റ്റം. ഓക്സിജനേറ്റഡ് ബ്ലഡ് ഈസ് ക്യാരിഡ് ബൈ. ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്നത് ആരാണ്? പൾമണറി വെയിൻ ആണ്. പൾമണറി വെയിൻ. ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ റിസൾട്ട് ഇൻ. ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ എന്താണ് ഉണ്ടാക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഡയബറ്റിസ് മെലിറ്റസ്, അല്ലെ, പ്രമേഹം ഉണ്ടാക്കുന്നു. ഇൻസുലിൻ്റെ കുറവ്. ഡിസോർഡർ കോസ്ഡ് ബൈ ആൻ എക്സ്ട്രാ കോപ്പി ഓഫ് ക്രോമസോം നമ്പർ 21. നമ്പർ 21 ക്രോമസോമിൽ എക്സ്ട്രാ ഒരു കോപ്പി ഉണ്ടാവുന്ന ആ ഒരു ഡിസീസിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി ആണ് ഡൗൺ സിൻഡ്രോം ആണ്. ഡൗൺ സിൻഡ്രോം. സിക്കിൾ സെൽ അനീമിയ ഈസ് കോസ്ഡ് ഡ്യൂ ടു. സിക്കിൾ സെൽ അനീമിയ കോസ് ചെയ്യുന്നത് ഏതാ? ഓപ്ഷൻ ഡി ആണ് ജീൻ മ്യൂട്ടേഷൻ വഴിയാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവുന്നത്. ജീൻ മ്യൂട്ടേഷൻ വഴി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഹൈഡത്തോട്സ് ഇൻ ഗ്രാസസ് ഹെൽപ്പ് ടു. ഗ്രാസസിലുള്ള ഹൈഡത്തോട്സ് എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് എലിമിനേറ്റ് വാട്ടർ ആസ് ഡ്രോപ്ലെറ്റ്സ്. അതായത് വെള്ളത്തിന് ഇങ്ങനെ തുള്ളികളായിട്ട് ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈഡത്തോട്സ് ഹെൽപ്പ് ചെയ്യുന്നത്. ടു എലിമിനേറ്റ് വാട്ടർ ആസ് ഡ്രോപ്ലെറ്റ്സ്. വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫംഗൽ ഡിസീസ്. ഇതിൽ ഫംഗൽ ഡിസീസ് അല്ലാത്തതുണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ബഞ്ചി ടോപ്പ് ഓഫ് ബനാന. അതാണ് ഫംഗൽ ഡിസീസ് അല്ലാത്തത്. അപ്പോൾ ബാക്കിയെല്ലാം എന്താണ്? ഫംഗൽ ഡിസീസ് ആണ്. 2,4-ഡൈക്ലോറോഫിനോക്സി അസറ്റിക് ആസിഡ് എ സെലക്റ്റീവ് വീഡിസൈഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. 2,4-ഡൈക്ലോറോഫിനോക്സി അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് അത് എന്തിന് എക്സാമ്പിൾ ആണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഓക്സിൻസ്. ഓക്സിൻസ്. ബ്ലൈറ്റ് ഡിസീസ് ഇൻ പാഡി ഈസ് കോസ്ഡ് ബൈ. ബ്ലൈറ്റ് ഡിസീസ് എന്ന് പറയുന്നതിൽ പാഡിയിൽ ഉണ്ടാവുന്ന ഡിസീസാണ് ബ്ലൈറ്റ് ഡിസീസ്. അത് കോസ് ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ സി ആണ് ബാക്ടീരിയ ആണ്. ബാക്ടീരിയ. സൂപ്പർ ബഗ്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഇസ് യൂസ്ഡ്. ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൂപ്പർ ബഗ്സ് എന്താണ് യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ സി ടു റിമൂവ് ഓയിൽ സ്പിൽസ്. ഓയിൽ സ്പിൽസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ ബഗ്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ജനറ്റിക് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്യുന്നത്. എലമെന്റ് അസോസിയേറ്റഡ് വിത്ത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എലമെന്റ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് പൊട്ടാസ്യം. ഹോർമോൺ വിച്ച് പ്രൊമോട്ട്സ് എപ്പിക്കൽ ഡോമിനൻസ്. എപ്പിക്കൽ ഡോമിനൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഓക്സിൻ ആണ്. ഓക്സിൻ. മോളിക്കുലാർ ഗ്ലൂ യൂസ്ഡ് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജനറ്റിക് എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്തിട്ടുള്ള മോളിക്കുലാർ ഗ്ലൂ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് DNA ലിഗേസ് ആണ്. DNA ലിഗേസ്.
സിന്തസിസ് ഓഫ് ക്ലോറോഫിൽ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്, അതായത് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ക്ലോറോഫിൽ സിന്തസൈസ് ചെയ്യുന്ന അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു പ്രോസസ്സാണ്. ഓപ്ഷൻ സി photomorphogenesis. Photomorphogenesis is the synthesis of chlorophyll in the presence of light. Increased tolerance of plants to various kinds of stresses is due to. Increased tolerance of plants to various kinds of stresses എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? Abscisic acid ആണ്. Abscisic acid. Ram as well as his brother dash gone to Bombay. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ നാച്ചുറൽ ആൻറ്റികൊയാഗുലൻറ്റ്? തന്നിരിക്കുന്നതിൽ നാച്ചുറൽ ആൻറ്റികൊയാഗുലൻറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം നമുക്കറിയാം, നമ്മൾ നേരത്തെ 2 പ്രാവശ്യം ഈ ചോദ്യം കണ്ടു. ഹെപ്പാരിൻ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരു ചോദ്യമാണ്. നാച്ചുറൽ ആൻറ്റികൊയാഗുലൻറ്റ് ഇത് നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ് അല്ലേ, ഡീറ്റെയിൽഡ് ആയിട്ട്. അടുത്തത്, ഐഡിയൽ ടൈം ഫോർ കളക്ടിങ് ബ്ലഡ് സാമ്പിൾ ഫോർ ഡിറ്റക്ഷൻ ഓഫ് ഫൈലേറിയൽ വേം. ഫൈലേറിയൽ വേമിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യേണ്ട ഐഡിയൽ ടൈം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചതാ. എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 10 PM to 2 AM ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ എൻറിച്ച്മെൻറ്റ് മീഡിയ? എൻറിച്ച്മെൻറ്റ് മീഡിയയ്ക്ക് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സെലനൈറ്റ് എഫ് ബ്രോത്ത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറയുന്ന ഒരു സെഷനും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അടുത്തത്, നെയിം ദ പാരസൈറ്റ് കോസിങ് മലേറിയ. മലേറിയ കോസ് ചെയ്യുന്ന പാരസൈറ്റ് ഏതാണ്? ഓപ്ഷൻ എ ആണ്, പ്ലാസ്മോഡിയം വൈവാക്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൻറ്റിബോഡി ക്യാൻ ക്രോസ് ദ പ്ലാസൻഡ? പ്ലാസൻഡ ക്രോസ് ചെയ്യുന്ന ആൻറ്റിബോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്, IgG, ഇമ്മ്യൂണോഗ്ലോബുലിൻ G. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ RBC ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്? തന്നിരിക്കുന്നതിൽ RBC ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഡേഷ്യസ് ഫ്ലൂയിഡ്. ബാക്ടീരിയ വിച്ച് റിക്വയർ ഓക്സിജൻ ഫോർ ദെയർ ഗ്രോത്ത്, അതായത് അവരുടെ ഗ്രോത്തിന് ഓക്സിജൻ ആവശ്യമായി വരുന്ന ബാക്ടീരിയാസിനെ പറയുന്ന പേരെന്താ? എയ്റോബിക് ബാക്ടീരിയ. ഹു ഡിസ്കവേർഡ് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം? ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഡിസ്കവർ ചെയ്തത്, കണ്ടുപിടിച്ചത് ആരാണ്? കാൾ ലാൻഡ് സ്റ്റെയ്നർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ റൊമാനോസ്കി സ്റ്റെയിൻ? തന്നിരിക്കുന്നതിൽ റൊമാനോസ്കി സ്റ്റെയിൻ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ക്രിസ്റ്റൽ വയലറ്റ്. ദ സെൽ പ്രസന്റ് ഇൻ നോർമൽ CSF. നോർമൽ CSFൽ പ്രസന്റ് ആയിട്ടുള്ള സെൽ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ലിംഫോസൈറ്റ്സ് ആണ്. സ്റ്റെയിനിങ് മെത്തേഡ് യൂസ്ഡ് ഫോർ ഡിറ്റക്ടിങ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിന്റെ ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റെയിനിങ് മെത്തേഡ് ആണ് ഓപ്ഷൻ ബി, സീൽ നീൽസൺസ് സ്റ്റെയിനിങ്. യൂറിനോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടി ഓഫ് യൂറിൻ? യൂറിൻ്റെ ഏത് പ്രോപ്പർട്ടി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂറിനോമീറ്റർ യൂസ് ചെയ്യുന്നത്? ഏത് പ്രോപ്പർട്ടിയാണ്? സ്പെസിഫിക് ഗ്രാവിറ്റി. നമ്മൾ യൂറിൻ അനാലിസിസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് ആൻസർ. ഐഡന്റിഫൈ ദ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ഫ്രം ദി ഫോളോയിങ് ടെസ്റ്റ്. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ബ്ലഡ് യൂറിയ. ദ ആക്യുറേറ്റ് മെത്തേഡ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഈസ്. ഹീമോഗ്ലോബിൻ്റെ എസ്റ്റിമേഷന് ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സയാൻമെത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡാണ്. സോളിഡിഫയിങ് ഏജന്റ് യൂസ്ഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് സോളിഡ് കൾച്ചർ മീഡിയ. സോളിഡ് കൾച്ചർ മീഡിയ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോളിഡിഫയിങ് ഏജന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അഗർ ആണ്. പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ സാമ്പിൾ ഈസ് ടേക്കൺ. നമ്മളിത് പഠിച്ചു അല്ലേ? പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ സാമ്പിൾ ഈസ് ടേക്കൺ എത്രയാ? ഉത്തരം ഓപ്ഷൻ എ ആണ്, 2 hours ആഫ്റ്റർ ഇൻടേക്ക് ഓഫ് ഫുഡ്. അടുത്തത്, റൗണ്ട് ഷേപ്ഡ് ബാക്ടീരിയാസ് ആർ കോൾഡ്. റൗണ്ട് ഷേപ്ഡ് ബാക്ടീരിയാസ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കോക്കൈ. നോർമൽ വാല്യൂ ഓഫ് ബ്ലീഡിംഗ് ടൈം ബൈ ഡ്യൂക്സ് മെത്തേഡ്. ഡ്യൂക്സ് മെത്തേഡ് ഉപയോഗിക്കുമ്പോഴുള്ള ബ്ലീഡിംഗ് ടൈം, നോർമൽ വാല്യൂ ഓഫ് ബ്ലീഡിംഗ് ടൈം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 2 to 6 minutes. സൈസ് ഓഫ് എ നോർമൽ റെഡ് ബ്ലഡ് സെൽ. ഒരു സാധാരണ റെഡ് ബ്ലഡ് സെൽ RBCയുടെ സൈസ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 6 to 8 micrometer. ദ ഡൈല്യൂഷൻ ദാറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ആൻ RBC പിപ്പറ്റ് എത്രയാ? ഉത്തരം ഓപ്ഷൻ എ ആണ്, 1/200. മേജർ പ്ലാസ്മ പ്രോട്ടീൻ ഈസ്. മേജർ പ്ലാസ്മ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ആൽബുമീൻ. ഇത് നമ്മൾ പഠിച്ചതാ. ല്യൂക്കോസൈറ്റോസിസ് സീൻ ഇൻ. ല്യൂക്കോസൈറ്റോസിസ് കാണപ്പെടുന്നത്
ഓപ്ഷൻ സി ആണ് ലുക്കീമിയ. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഓപ്ഷൻ എ ആണ് O ഗ്രൂപ്പ് ആണ്. O ഗ്രൂപ്പ്. ഓക്കെ. മെത്തേഡ് യൂസ്ഡ് ഇൻ സൈറ്റോളജിയിൽ യൂസ് ചെയ്യുന്ന സ്റ്റെയിനിങ് മെത്തേഡ് ഏതാണ്? പെപ്പാനിക്കുലോ സ്റ്റെയിനിങ്. അടുത്തത് ടെമ്പറേച്ചർ യൂസ്ഡ് ഫോർ സോർട്ടിംഗ് ബ്ലഡ് ഇൻ ബ്ലഡ് ബാങ്ക് റെഫ്രിജറേറ്റർ ഈസ്. ടെമ്പറേച്ചർ യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ബ്ലഡ് ഇൻ, അതായത് ബ്ലഡ് ബാങ്ക് റെഫ്രിജറേറ്ററിൽ നമ്മൾ ബ്ലഡ് സ്റ്റോർ ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ് 4 to 6 ഡിഗ്രി സെൽഷ്യസ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റെപ്പ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ടിഷ്യൂ പ്രോസസ്സിംഗ്? ടിഷ്യൂ പ്രോസസ്സിങ്ങിൽ ഉൾപ്പെടാത്ത സ്റ്റെപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് ഓക്സിഡേഷൻ. അപ്പോൾ ടിഷ്യൂ പ്രോസസ്സിംഗ് നമ്മൾ പഠിച്ചതാണ്. അടുത്തത് ലെങ്ത് ഓഫ് ആൻ ഐഡിയൽ ബ്ലഡ് സ്മിയർ. ഒരു ഐഡിയൽ ബ്ലഡ് സ്മിയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് 3 to 4 സെന്റിമീറ്റർ. മെലിൻ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റക്ടിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഇൻ യൂറിൻ. യൂറിനിലെ ഏത് കോമ്പൗണ്ടിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് മെലിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ബൈൽ പിഗ്മെന്റ്. ഇതും നമ്മൾ പഠിച്ചതാണ്. അടുത്തത് VDRL ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റക്ടിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ്. VDRL ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് ഏത് ഡിസീസ് ആണ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ ബി സിഫിലിസ്. നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് 1.5 to 4.5 lakhs per millimeter cube of blood. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈസ് എ നോർമൽ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് യൂറിൻ. യൂറിനിൽ കാണപ്പെടുന്ന ഒരു കോമൺ കോൺസ്റ്റിറ്റ്യൂവന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് യൂറിയ കേട്ടോ. അടുത്തത് കളർ കോഡ് യൂസ്ഡ് ഫോർ EDTA ആന്റികോയാഗുലന്റ് ബോട്ടിൽസ്. EDTA ആന്റികോയാഗുലന്റ് ബോട്ടിൽസിൽ യൂസ് ചെയ്യുന്ന കളർ കോഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ സി ആണ് പർപ്പിൾ. ഇതെല്ലാം നമ്മൾ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും വെച്ച് പഠിച്ചതാണ്. കോമൺലി യൂസ്ഡ് ഫിക്സേറ്റീവ് ഇൻ ഹിസ്റ്റോപാത്തോളജിയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് 10% ഫോർമാലിൻ. ഇത് നമ്മൾ പഠിച്ചു അല്ലേ? ഹിസ്റ്റോ ടെക്നോളജി എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് പഠിച്ചു. അടുത്തത് ഇൻ ലീഷ്മാൻ സ്റ്റെയിനിങ് ഫിക്സേഷൻ ഈസ് ഡൺ ബൈ. ലീഷ്മാൻ സ്റ്റെയിനിങ്ങിൽ ഫിക്സേഷൻ ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാ? ഓപ്ഷൻ ബി ഡിസ്റ്റിൽഡ് വാട്ടർ. അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ IMVIC റിയാക്ഷൻ ടെസ്റ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് സിട്രേറ്റ് ടെസ്റ്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആന്റികോയാഗുലന്റ് ഈസ് ഓൾസോ നോൺ ആസ് വേഴ്സീൻ എന്നറിയപ്പെടുന്ന ആന്റികോയാഗുലന്റ് ഏതാണ്? EDTA. വോളിയം ഓഫ് ACD സൊല്യൂഷൻ യൂസ്ഡ് ടു കളക്ട് 100 ml ഓഫ് ബ്ലഡ്. 100 ml ഓഫ് ബ്ലഡ് കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ACD സൊല്യൂഷന്റെ വോളിയം എന്ന് പറയുന്നത് 16 ml ആണ്. ഓട്ടോമാറ്റിക് ടിഷ്യൂ പ്രോസസ്സിംഗ് മെഷീൻ ഈസ് കോൾഡ്. ഓട്ടോമാറ്റിക് ടിഷ്യൂ പ്രോസസ്സിംഗ് മെഷീൻ എന്ന് പറയുന്നതാണ് ഹിസ്റ്റോകൈനേറ്റ്. ഇത് നമ്മൾ പഠിച്ചല്ലേ? ഹിസ്റ്റോകൈനേറ്റ്. വിച്ച് വൈറ്റ് ബ്ലഡ് സെൽസ് ഷോസ് ഫൈൻ വയലറ്റ് കളേർഡ് ഗ്രാന്യൂൾസ് ആഫ്റ്റർ ലീഷ്മാൻ സ്റ്റെയിനിങ്. ലീഷ്മാൻ സ്റ്റെയിനിങ്ങിന് ശേഷം വയലറ്റ് കളേർഡ് ഗ്രാന്യൂൾസ് ആയിട്ട് കാണപ്പെടുന്ന ബ്ലഡ് സെൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ന്യൂട്രോഫിൽസ് ആണ്. ഇത് നമ്മൾ പഠിച്ചതാണ്. മെലിറ്റൂറിയ റെഫേഴ്സ് ടു ദി പ്രസൻസ് ഓഫ്. മെലിറ്റൂറിയ എന്ന് പറയുന്നത് എന്തിന്റെ പ്രസൻസ് ആണ്? ഓപ്ഷൻ എ ആണ് ഷുഗർ ഇൻ യൂറിൻ. ഇത് നമ്മൾ പഠിച്ചതാണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓപ്ഷൻസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് കോപ്പ് വെബ് അപ്പിയറൻസ് ഓഫ് CSF ഈസ് സീൻ ഇൻ. എന്താണ്? ഓപ്ഷൻ ബി ആണ് ട്യൂബർകുലാർ മെനിഞ്ചൈറ്റിസ്. അടുത്തത് ഹിപ്പോനേട്രീമിയ ഈസ് ദ ടേം യൂസ്ഡ് ടു ഡിനോട്ട്. എന്തിനു ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹിപ്പോനേട്രീമിയ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി ലോ സോഡിയം ലെവൽ ഇൻ ബ്ലഡിൽ. മെത്തേഡ് യൂസ്ഡ് ഫോർ ദി എസ്റ്റിമേഷൻ ഓഫ് ടോട്ടൽ പ്രോട്ടീൻ ഇൻ ബ്ലഡ്. അതായത് നമ്മുടെ ബ്ലഡിലുള്ള ടോട്ടൽ പ്രോട്ടീൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ബൈയൂററ്റ് മെത്തേഡ്. ദ ടെസ്റ്റ് യൂസ്ഡ് ടു ഡിറ്റക്ട് CSF പ്രോട്ടീൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ഏതാണ്? ഓപ്ഷൻ സി ആണ് പാൻറ്റീസ് ടെസ്റ്റ് ആണ്. അടുത്തത് ഏരിയ ഓഫ് ആൻ ഇംപ്രൂവ്ഡ് ന്യൂബർ കൗണ്ടിങ് ചേംബർ. ഏരിയ ഓഫ് ആൻ ഇംപ്രൂവ്ഡ് ന്യൂബർ കൗണ്ടിങ് ചേംബർ എന്ന് പറയുന്നത് എത്രയാ? ഓപ്ഷൻ ഡി ആണ് 9 mm². ഓട്ടോക്ലേവ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് ഏത് സ്റ്റെറിലൈസേഷൻ മെത്തേഡിന് എക്സാമ്പിൾ ആണ്? ഓപ്ഷൻ എ ആണ് മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡ് ആണ്. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത പോർഷൻ ആണ്, ഓട്ടോക്ലേവും ഹോട്ട് എയർ ഓവനൊക്കെ.
എറിത്രോപോയിസിസ് ഇസ് ദ ഡെവലപ്മെന്റ് ഓഫ്, ഈ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാ അല്ലെ. എറിത്രോപോയിസിസ് എന്ന് പറയുന്നത് ഇസ് ദ ഡെവലപ്മെന്റ് ഓഫ്, എന്തിന്റെ ഡെവലപ്മെന്റാ? ഓപ്ഷൻ എ ആണ്, റെഡ് ബ്ലഡ് സെൽസ്. കോളനി കളർ ഓഫ് ലാക്ടോസ് ഫെർമെന്റിംഗ് ബാക്ടീരിയ ഓൺ മാക്കോൺകി അഗർ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പിങ്ക് ആണ്. ഓക്കെ, കളർ ഓഫ് ലാക്ടോസ് ഫെർമെന്റിംഗ് ബാക്ടീരിയ, അതിന്റെ കളർ എന്താ? പിങ്ക്. ഫാദർ ഓഫ് മൈക്രോബയോളജി ആരാണ്? ഓപ്ഷൻ ഡി, ലൂയിസ് പാസ്ചർ ആണ് ഫാദർ ഓഫ് മൈക്രോബയോളജി. വാൻഡൻബർഗ് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ഫോർ ദി എസ്റ്റിമേഷൻ. എന്തിന്റെ എസ്റ്റിമേഷന് വേണ്ടിയിട്ടാണ് വാൻഡൻബർഗ് റിയാക്ഷൻ യൂസ് ചെയ്യുന്നത്? സീറം ബിലിറൂബിന്റെ എസ്റ്റിമേഷന് വേണ്ടിയിട്ടാണ്, സീറം ബിലിറൂബിന്റെ എസ്റ്റിമേഷന്. അടുത്ത ചോദ്യം, എമംഗ് ബേസിക് ഫോഴ്സസ് എക്സിസ്റ്റ് ഇൻ നേച്ചർ ദ വീക്കസ്റ്റ് ഈസ്. ഏതാണ് വീക്കസ്റ്റ്? ഏറ്റവും നമ്മുടെ പ്രകൃതിയിലുള്ള ബലങ്ങളിൽ ഏറ്റവും വീക്കായിട്ടുള്ള ബലം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, ഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. യൂണിറ്റ് ഓഫ് പവർ, പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് ആണ്, വാട്ട്. ദ പ്രോപ്പർട്ടി ബൈ വിച്ച് എ ബോഡി ഓപ്പോസസ് ദ ചേഞ്ച് ഇൻ റോട്ടറി മോഷൻ ഓഫ് എ ബോഡി അബൌട്ട് ആൻ ആക്സിസ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. 0 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 32 ഫാരൻഹീറ്റ്. സൗണ്ട് വേവ്സ് ട്രാവൽസ് ഫാസ്റ്റർ ത്രൂ. സൗണ്ട് വേവ്സ് ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഏതിലൂടെയാ? ഓപ്ഷൻ എ സോളിഡ്, ഖരപദാർത്ഥങ്ങളിലൂടെയാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ സൗണ്ട് സഞ്ചരിക്കുന്നത്. ലൈറ്റ് ക്യാൻ പാസ് അലോങ് ദ ഒപ്റ്റിക്കൽ ഫൈബർ ബൈ മെക്കാനിസം. ലൈറ്റ് ക്യാൻ പാസ് അലോങ് ദി ഒപ്റ്റിക്കൽ ഫൈബർ ബൈ മെക്കാനിസം. ഏത് മെക്കാനിസം വഴിയാണ് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ലൈറ്റിന് പാസ് ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻ സി ആണ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഹീറ്റ് റേഡിയേഷൻസ് ലൈസ് ഇൻ ദ, ഹീറ്റ് റേഡിയേഷൻസ് എവിടെയാണ്? ഓപ്ഷൻ സി ആണ്, ഇൻഫ്രാറെഡ് റീജിയനിലാണ് ഹീറ്റ് റേഡിയേഷൻസ് കിടക്കുന്നത്. ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വാസ് ഡെവലപ്ഡ് ബൈ. ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഡെവലപ്പ് ചെയ്തത് ആരാ? ഓപ്ഷൻ ബി ആണ്, ഫാരഡേ. നോ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് പാസ്ഡ് ത്രൂ. നോ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് പാസസ് ത്രൂ ഏതാ? ഓപ്ഷൻ ഡി ആണ്, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ലെൻസ് യൂസ്ഡ് ടു കറക്റ്റ് ഷോർട്ട് സൈറ്റ് ഓഫ് ആൻ ഐ. നമ്മളെ ഷോർട്ട് സൈറ്റ്, കണ്ണിലെ ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്ന ആ ഒരു അസുഖത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കോൺകേവ് ലെൻസ് ആണ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഷോർട്ട് സൈറ്റ് ഓഫ് ആൻ ഐക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, കോൺകേവ്. 2 ഇലക്ട്രോൺസ് ഇൻ ദ സെയിം അറ്റോമിക് ഓർബിറ്റൽ ഈസ് ഡിസ്റ്റിങ്യൂഷ്ഡ് ബൈ ദെയർ. 2 ഇലക്ട്രോൺസ് ഇൻ ദ സെയിം അറ്റോമിക് ഓർബിറ്റൽ ഈസ് ഡിസ്റ്റിങ്യൂഷ്ഡ് ബൈ ദെയർ ഏതാ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സ്പിൻ ക്വാണ്ടം നമ്പർ നോക്കിയിട്ടാണ് നമുക്ക് ഡിസ്റ്റിങ്യൂഷ് ചെയ്യാൻ പറ്റുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്പീഷീസ് ഹാവ് മിനിമം സൈസ്. ഇതിൽ മിനിമം സൈസ് ഉള്ളത് ഏത് സ്പീഷീസ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, Al3+. അക്കോർഡിംഗ് ടു VSEPR തിയറി ദ ഷേപ്പ് ഓഫ് PCl4 മൈനസ് മോളിക്യൂൾ ഈസ്. അതിന്റെ ഷേപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് VSEPR തിയറി അനുസരിച്ച്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ടെട്രാഹെഡ്രൽ ആണ്, ടെട്രാഹെഡ്രൽ. വൺ മെത്തേഡ് ടു റിമൂവ് ടെമ്പററി ഹാർഡ്നെസ്. ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡ് ഏതാണ്? ക്ലാർക്സ് മെത്തേഡ് ആണ്, ക്ലാർക്സ് മെത്തേഡ്. അടുത്തത്, ദ ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് വിച്ച് ഡസ് നോട്ട് ബിലോങ് ടു ഡൊബറൈനർ ട്രേറ്റ്സ്. ഡൊബറൈനർ ട്രേറ്റ്സിൽ ഉൾപ്പെടാത്ത എലമെന്റ് ഏതാണ്? ഗ്രൂപ്പ് ഓഫ് എലമെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, CSIGE. ഓക്കെ, അടുത്ത ചോദ്യം, ദ ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് വിച്ച് ഡസ് നോട്ട് ബിലോങ് ടു ദി ഡൊബറൈനർ ട്രേറ്റ്സ്. ഡൊബറൈനർ ട്രേറ്റ്സിൽ ഉൾപ്പെടാത്ത എലമെന്റ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, കാർബൺ, സിലിക്കൺ, ജെർമേനിയം. കാർബൺ, സിലിക്കൺ, ജെർമേനിയം. നെയിം ദ ക്രിസ്റ്റൽ സിസ്റ്റം ഇൻ വിച്ച് ഓൾ ദ സൈഡ്സ് ആൻഡ് ഓൾ ദ ആംഗിൾസ് ആർ ഡിഫറെൻറ്റ്. ഇതിൽ ഏതാണ്, ഏത് ക്രിസ്റ്റൽ സിസ്റ്റത്തിൻ്റെയാണ് എല്ലാ സൈഡ്സും ആംഗിൾസും എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ട്രൈക്ലിനിക്, ട്രൈക്ലിനിക്. അടുത്തത്, ആർട്ടിഫിഷ്യൽ ഗ്രാഫൈറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ. ആർട്ടിഫിഷ്യൽ ഗ്രാഫൈറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഏത് പ്രോസസ്സ് ഉപയോഗിച്ചിട്ടാണ്? എക്സൺ പ്രോസസ്സിലൂടെയാണ്. അടുത്ത ചോദ്യം, കോളിനൈറ്റ് ഈസ് ദ ഓർ ഓഫ്. കോളിനൈറ്റ് എന്ന് പറയുന്നത് ഏതിന്റെ ഓറാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി, അലൂമിനിയത്തിന്റെ ഓറാണ്. അടുത്തത്, ആൻ ഇലക്ട്രോൺ ട്രാൻസിറ്റ്സ് ഫ്രം 7th orbit to 3rd orbit of Li2+ ion. The spectrum will occur in. An electron transit from 7th orbit to 3rd orbit of Li2+ ion.
The spectrum will occur in ഓപ്ഷൻ ഡി ആണ് നിയർ ഇൻഫ്രാറെഡ് റീജിയൻ. Among the following which is not a interhalogen compound? ഇതിൽ തന്നിട്ടുള്ളതിൽ ഇന്റർഹാലോജൻ കോമ്പൗണ്ടിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് FBr3. ലാർജ് empty cells found in adaxial epidermis in grasses. ഗ്രാസസിലുള്ള പുല്ലിലുണ്ടാവുന്ന അഡാക്സിയൽ എപ്പിഡെർമസിന്റെ അതിൽ കാണപ്പെടുന്ന ലാർജ് empty cells ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ് ബുള്ളിഫോം സെൽസ് ആണ്. ബുള്ളിഫോം സെൽ. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഇസ് കോസ്ഡ് ഡ്യൂ ടു. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഓപ്ഷൻ സി ആണ് ഹൈപ്പോസെക്രീഷൻ ഓഫ് ADH. എക്സ്ക്രീറ്ററി ഓർഗൻ ഇൻ ഇൻസെക്ട് ഈസ്. ഇൻസെക്റ്റിലുള്ള എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. ഐഡന്റിഫൈ ദി 5 കാർബൺ കോമ്പൗണ്ട്. 5 കാർബൺ കോമ്പൗണ്ട് ഏതാണ് ഇതിൽ? ഉത്തരം ഓപ്ഷൻ സി ആണ് RUBP. കാനറി ഗ്രാസ് എക്സ്പെരിമെന്റ് റിലേറ്റഡ് ഹോർമോൺ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഓക്സിൻ ആണ്. ജോയിന്റ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. അറ്റ്ലസിന്റെയും ആക്സിസിന്റെയും ഇടയ്ക്കുള്ള ജോയിന്റ് ഏതാണ്? ഓപ്ഷൻ എ ആണ് പിവോട്ട് ജോയിന്റ് ആണ്. ഡൗൺ സിൻഡ്രോം ഈസ് റിലേറ്റഡ് ടു. ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ട്രൈസോമിയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഡൗൺ സിൻഡ്രോം. ബയോളജിക്കൽ ഗ്ലൂ ഈസ് തന്നിരിക്കുന്നതിൽ ബയോളജിക്കൽ ഗ്ലൂ എന്ന് പറയുന്നത് ലിഗേസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു. അടുത്തത് അതർ ദാൻ ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഇതിൽ ഗ്രീൻ ഹൗസ് ഗ്യാസിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് NH4. ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷന്റെ ബേസിക് യൂണിറ്റ് ഓപ്ഷൻ സി ആണ് സ്പീഷീസ്. ഇന്റർനാഷണൽ മൈഗ്രേഷൻ ഡേ ബൈ യുണൈറ്റഡ് നേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കോണമിക് ആൻഡ് സോഷ്യൽ അഫയേഴ്സ് ഒബ്സർവ്ഡ് ഓൺ. ഇന്റർനാഷണൽ മൈഗ്രേഷൻ ഡേ ബൈ യുണൈറ്റഡ് നേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ അഫയേഴ്സ് ഒബ്സർവ്ഡ് ഓൺ എപ്പോഴാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് December 18 ഇന്റർനാഷണൽ മൈഗ്രേഷൻ ഡേ. നെയിം ഓഫ് ദി ക്യാപിറ്റൽ സിറ്റി ത്രൂ വിച്ച് ദ ഇക്വേറ്റർ പാസസ്. ഇക്വേറ്റർ കടന്നു പോകുന്ന ക്യാപിറ്റൽ സിറ്റി ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ് ക്വിറ്റോ. Author of the work The Other Side of Silence, which deals with the atrocities during the partition of India. The Other Side of Silence എന്ന് പറയുന്നത് ഇവിടെ ആരുമായി ബന്ധപ്പെട്ടതാ? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉർവശി ബ്യൂട്ടാലിയ. The reformer who organized കല്ലുമാല പ്രക്ഷോഭം മൂവ്മെന്റ് അഗെയിൻസ്റ്റ് ദി റെസ്ട്രിക്ഷൻ ഓഫ് യൂസിങ് ഓർണമെന്റ്സ് ബൈ ദി അൺടച്ചബിൾസ്. കല്ലുമാല പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ എ അയ്യങ്കാളി. ദ പ്ലേസ് നോൺ ആസ് ദ ഗേറ്റ് വേ ഓഫ് കേരള. ദ ഗേറ്റ് വേ ടു കേരള. അപ്പോൾ ദ ഗേറ്റ് വേ ടു കേരള എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ ബി ആണ് പാലക്കാട്. ദ മെയിൻ കെമിക്കൽസ് ഇൻ എയർ പൊല്യൂഷൻ ദാറ്റ് കോസസ് ആസിഡ് റെയിൻ. അതായത് എയർ പൊല്യൂഷനിലുള്ള മെയിൻ കെമിക്കൽസ് ഇൻ എയർ പൊല്യൂഷൻ ദാറ്റ് കോസസ് ആസിഡ് റെയിൻ കോസ് ചെയ്യുന്ന കെമിക്കൽസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ് സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ. പെർസെൻറ്റേജ് ഓഫ് അലൂവിയൽ സോയിൽ ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള അലൂവിയൽ സോയിലിന്റെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. 43% ആണ്. ദ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം വാസ് ലേറ്റർ റീനെയിംഡ് ആസ്. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്ന് പറയുന്നത് പേര് മാറ്റിയിട്ട് എന്തായിട്ട് മാറി? ഓപ്ഷൻ സി NREP. അടുത്തത് ദ റിവർ ദാറ്റ് ഒറിജിനേറ്റ്സ് ഇൻ ദി ആനമുടി ഹിൽസ് ഫോളോയിങ് ടു തമിഴ്നാടു. ആനമുടിയിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന റിവർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ് പാമ്പാർ. പൂർണ്ണ സ്വരാജ് ഡിക്ലെയർഡ് ബൈ ഇന്റർനാഷണൽ കോൺഗ്രസ് അറ്റ്. അപ്പോൾ ഏത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്? ഉത്തരം ഓപ്ഷൻ എ ആണ് ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്. An organization formed by വാഗ്ഭടാനന്ദ to fight against caste system and idol worship. എന്താ? വാഗ്ഭടാനന്ദൻ ഫോം ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണ്. ജാതി വ്യവസ്ഥയ്ക്കെതിരെ വാഗ്ഭടാനന്ദൻ നേതൃത്വം നൽകിയിട്ടുള്ള ഓർഗനൈസേഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആത്മവിദ്യാസംഘം. The organization established by Abdul Khader Maulavi for the social upliftment of Muslim society in Kerala.
കേരളത്തിലെ മുസ്ലിം സൊസൈറ്റിയുടെ അപ്ലിഫ്റ്റിന് വേണ്ടിയിട്ട് തുടങ്ങിയ അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങിയിട്ടുള്ള ഓർഗനൈസേഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ട്രാവൻകൂർ മുസ്ലിം മഹാസഭ. ഓക്കെ, ട്രാവൻകൂർ മുസ്ലിം മഹാസഭ. The priest who introduced the idea of one school for one church, ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം എന്നുള്ള ആ ഒരു ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഏത് പ്രീസ്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ബ്ലസ്ഡ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഇമ്പോർട്ടൻ്റ് ആണ്, കുര്യാക്കോസ് ഏലിയാസ് ചാവറ. നെയിം ദ കമ്പൈൻഡ് ഓപ്പറേഷൻ ഓഫ് നേവി, ആർമി, എയർഫോഴ്സ് ടു റെസ്ക്യൂ ദ ഓഖി വിക്ടിംസ്. ഓഖി വിക്ടിംസിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നേവിയും ആർമിയും എയർഫോഴ്സും എല്ലാം കൂടെ കമ്പൈൻ ചെയ്തുണ്ടാക്കിയ ഓപ്പറേഷൻ ഏതാണ്? ഫോം ചെയ്ത ഓപ്പറേഷൻ ഓപ്ഷൻ എ ആണ്, ഓപ്പറേഷൻ സിനർജി ആണ്, ഓപ്പറേഷൻ സിനർജി. അടുത്ത ചോദ്യം, ദ പ്ലേ ഓഫ് വി ടി ഭട്ടതിരിപ്പാട് വിച്ച് ബ്രൗട്ട് അബൌട്ട് റവല്യൂഷണറി ചേഞ്ചസ് ഇൻ ബ്രാഹ്മിൺ സൊസൈറ്റി. അപ്പോൾ ഏതാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ നാടകം എന്ന് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. കെ പി രാമനുണ്ണി ബാക്ക്ഡ് ദ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫോർ ഹിസ് വർക്ക്. കെ പി രാമനുണ്ണിക്ക് അദ്ദേഹത്തിൻ്റെ ഏത് വർക്കിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ഓപ്ഷൻ സി, ദൈവത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്ന കൃതിക്കാണ്. നെയിം ദ സാറ്റലൈറ്റ് വിച്ച് ലോഞ്ച്ഡ് ബൈ ISRO ആസ് ഇറ്റ്സ് 100th സാറ്റലൈറ്റ്സ് ഫ്രം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ട ഓൺ 12th January 2018. ഏത് സാറ്റലൈറ്റ് ആണ് 2018 ജനുവരി 12 അതിന് ISRO അതിൻ്റെ 100ാമത്തെ സാറ്റലൈറ്റ് ആയിട്ട് വിക്ഷേപിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, PSLV C40. പാരന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, അബ്രിവേറ്റഡ് NDMA. അപ്പോൾ ഉത്തരം എന്താ? ഓപ്ഷൻ സി ആണ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. പഞ്ചായത്ത് രാജ് സിസ്റ്റം ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ. പഞ്ചായത്ത് രാജ് സിസ്റ്റം ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ. ഓപ്ഷൻ എ, ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദി സ്റ്റേറ്റ് പോളിസി. ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദി സ്റ്റേറ്റ് പോളിസി. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പോകുന്നവർ ഈ ചോദ്യങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടെ പഠിക്കണം. അപ്പോൾ റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറയുന്ന ഒരു സെഷൻ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള കുറേയധികം ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പ്ലേലിസ്റ്റിൻ്റെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ചെയ്തിട്ടുള്ള ക്ലാസ്സസ് എല്ലാം കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്